ഈ വെക്കേഷന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പഠിക്കുവാനായി ഇംഗ്ലീഷ് സംസാരിക്കുവാനായി സീരീസായി തയ്യാറാക്കിയ 15 ക്ലാസ്സുകളിൽ ആദ്യത്തെ 7 ക്ലാസ്സുകളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ ഒറ്റ ക്ലാസ്സിലൂടെ എല്ലാ ദിവസത്തെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുവാനും ഒപ്പം തന്നെ മാക്സിമം അതിൻ്റെ കമൻറ്റുകൾ എല്ലാ ക്ലാസ്സിന് ശേഷമുള്ള പ്രാക്ടീസുകളുണ്ട്, ആ പ്രാക്ടീസുകൾ ചെയ്യുക. ഒപ്പം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് നോക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും ബേസിക്കായ ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കാൻ അറിയില്ല എന്ന് വിഷമിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ശരാശരിക്കാരെ പോലെ സംസാരിക്കുവാനും അതുപോലെ ഒപ്പം എഴുതാനുമുള്ള കഴിവുണ്ടാക്കുന്ന ഒരു ക്ലാസ്സാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ A to Z, അതായത് 1 മുതൽ 100 അങ്ങേയറ്റം വരെ, അതായത് അക്ഷരങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഇപ്പോൾ A മുതൽ Z വരെയുള്ള അക്ഷരങ്ങളെല്ലാം നമുക്കറിയാം. എന്നാൽ അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ലെറ്ററാണ് A എന്ന് പറയുന്നത്. A എന്ന അക്ഷരത്തിന് തന്നെ ഒരു അർത്ഥമുണ്ട്. ഒരു അല്ലെങ്കിൽ ഒന്ന് എന്നൊക്കെ അർത്ഥം പറയുന്നു. അതായത് ഇപ്പം നമ്മൾ ഒരു പൂച്ച എന്നതിന് A cat, ഒരു പട്ടിയാണെങ്കിൽ അത് A dog എന്ന് പറയും. അപ്പോൾ അവിടെ ആ എക്ക് പറയുന്ന അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ചെറിയ വാക്കുകൾ പറയുന്നത് ഫസ്റ്റ് തന്നെ നിങ്ങൾ സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന ഒരു അടിസ്ഥാന കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കാനാണ്. നമ്മൾ ഒരിക്കലും ഗ്രാമർ ബേസിലൊന്നും പഠിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഗ്രാമർ ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു 15 ദിവസം കൊണ്ട് എന്നാലും നിങ്ങൾക്ക് ഗ്രാമർ മനസ്സിലാകുകയും ചെയ്യും എന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ A എന്ന് പറയുന്നതിനെ പോലെ തന്നെ മറ്റൊരു വാക്കാണ് ആൻ. ആൻ എന്ന് പറഞ്ഞാലും ഒന്ന് അല്ലെങ്കിൽ ഒരു എന്നൊക്കെ തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ എ ക്യാറ്റ് എന്ന് പറയുന്നത് പോലെ, എന്നാൽ എ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഉദ്ദേശിച്ച് നമുക്ക് എ ആപ്പിൾ എന്ന് പറയാൻ പറ്റൂല, അത് തെറ്റാണ്. കാരണം AEIOU പോലെ, അതായത് ഇപ്പം എ എന്ന് പറയുന്നത് അവിടെ ആ എന്ന ശബ്ദമാണ്, ഇ എന്നുള്ളത് എന്ന ശബ്ദമാണ്, ഐ നമുക്ക് ഇ എന്നോ ഐന്നോ ഒക്കെ പറയാം, ഓയിനിക്ക് നമുക്ക് ഊന്നും ഓന്നും പറയാം, അതുപോലെ യൂന് നമുക്ക് ഊന്ന് പറയാം. ഇങ്ങനെ സ്വരം, അതായത് സ്വരശബ്ദങ്ങൾ ഇങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്നവയുടെ മുന്നിൽ, അതായത് ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുമ്പം ആപ്പിൾ എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ അവിടെ അതിന് മുമ്പിലായിട്ട് ആൻ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു കുഞ്ഞു സെൻറ്റൻസ് പോലും ഉണ്ടാക്കുമ്പം ചെയ്യേണ്ട ബേസിക് തത്വങ്ങളായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം എ എന്ന് പറയുന്നത് നമുക്ക് AEIOU ചെയ്തിൻ്റെ കൂടെയും ചേർക്കാം. എന്നാൽ AEIOU എന്ന സ്വര ശബ്ദങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് എന്താണ്, എപ്പോഴും അതിനു മുമ്പിൽ ആൻ യൂസ് ചെയ്യണം. അക്ഷരങ്ങളല്ല ശബ്ദങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ദ. ഇപ്പം നമ്മൾ എ ക്യാറ്റ് എന്ന് പറഞ്ഞു ഒരു പൂച്ച എന്ന് പറഞ്ഞാൽ, എന്നാൽ അവിടെ നമ്മൾ ആ പൂച്ച എന്ന് പറയുകയാണെങ്കിൽ അവിടെ എ ക്യാറ്റ് അല്ല, ദ ക്യാറ്റാണ്. അപ്പോൾ നോക്കൂ, എ ക്യാറ്റ് പറഞ്ഞു, ആൻ ആപ്പിൾ പറഞ്ഞു, ദ ക്യാറ്റ് പറഞ്ഞു. അതുപോലെ ഇപ്പം ഞാൻ പറയണം, ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പട്ടിയെ കണ്ടു, ആ പട്ടി കറുത്തതായിരുന്നു. അപ്പോൾ ഒരു പട്ടിയെ കണ്ടു എന്ന് പറയുമ്പം ഐ സാ എ ഡോഗ് എന്ന് പറയാം. പക്ഷേ ആ പട്ടി കറുത്തതായിരുന്നു എന്ന് പറയുമ്പം ദ ഡോഗ് വാസ് ബ്ലാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ഇപ്പം ഈ പിന്നെ ആപ്പിൾ, എനിക്ക് ഒരു ആപ്പിൾ തരൂ എന്ന് പറയുമ്പോൾ പ്ലീസ് ഗിവ് മീ ആൻ ആപ്പിൾ എന്ന് പറയാം. ആ ആപ്പിൾ ചീത്തയാണ് എന്ന് പറയുമ്പം ദ ആപ്പിൾ ഈസ് നോട്ട് ഗുഡ്. മനസ്സിലായോ? അപ്പോൾ ആ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ദ ആപ്പിൾ എന്നും ഒരു ആപ്പിൾ എന്ന് പറയുമ്പം ആൻ ആപ്പിൾ എന്നും പറയാം. ഈ പൂച്ച അല്ലെങ്കിൽ ഒരു പൂച്ച എന്ന് പറയുമ്പോൾ എ ക്യാറ്റ് എന്നും, ഈ പൂച്ച അല്ലെങ്കിൽ ആ പൂച്ച എന്ന് എടുത്ത് പറയുമ്പോൾ അതിന് നമുക്ക് ദ ക്യാറ്റ് എന്നും യൂസ് ചെയ്യാം. അപ്പോൾ എയും ആനും ദയും മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ താഴേക്ക് നോക്കുക. ധാരാളം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ധാരാളം പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 30 ഡേയ്സ് മുതൽ 7 ഡേയ്സ് വരെയൊക്കെ കൊണ്ട് സംസാരിക്കുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോകുക. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഉറപ്പായിട്ടും തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ഞാൻ അതിൻ്റെ പിന്നെന്താണ് ക്ലാസ് എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ എയും ആനും ദയും വളരെ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ
പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ സെൻറ്റൻസുകൾ ചെറുവാക്യങ്ങൾ ഉണ്ടാക്കാം എന്നത്. അപ്പോൾ ഈ ചെറുവാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു രീതി. അതായത് ഇപ്പോൾ ഞാൻ പറയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്ന വാക്ക് പറയുന്നു, ഇംഗ്ലീഷ് എന്ന വാക്ക് പറയുന്നു, പഠിപ്പിക്കുന്നു എന്ന വാക്ക് പറയുന്നു. പക്ഷേ ഞാൻ എന്നതിൻ്റെ നേരെ താഴെ നമ്മൾ ഐ എന്ന ഞാൻ എന്ന വാക്ക് എഴുതിയിട്ട് ഐ പിന്നെ ഇംഗ്ലീഷ് എഴുതി പഠിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ടീച്ചു എഴുതിയാൽ ആ സെൻറ്റൻസ് ഐ ഇംഗ്ലീഷ് ടീച്ച് എന്നാവും. അതൊരിക്കലും ഇംഗ്ലീഷ് ആവില്ല. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് സെൻറ്റൻസിനെ എങ്ങനെ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്ത് വെക്കാം. അതായത് ആ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ എന്ന് പറയുന്നതിൻ്റെ ആദ്യം ഐ എഴുതുക, എന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഏതാണോ ഞാൻ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി, ഞാനിവിടെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, ആ പ്രവൃത്തിയെയാണ് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആളിൻ്റെ തൊട്ടിന് ശേഷം എഴുതേണ്ടത്. അപ്പോൾ ഐ ടീച്ച് എന്താ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. അപ്പോൾ ഐ ടീച്ച് ഇംഗ്ലീഷ്. അപ്പോൾ ഈ രീതിയിലാണ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വരുന്നത്. ഇപ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് അവൻ കളിക്കുന്നു ക്രിക്കറ്റ് എന്ന രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ മാത്രമേ അതിൻ്റെ കൺസ്ട്രക്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലേക്ക് അല്ലെങ്കിൽ സ്പീക്കിങ്ങിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിനി അടുത്തയിലേക്ക് പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കും, ഇപ്പോൾ സംസാരമാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഹായ് ഹലോ വാട്ട്സ് യുവർ നെയിം, എന്താ നിങ്ങളുടെ പേര്? ഐ ആം രാഹുൽ, അല്ലെങ്കിൽ മൈ നെയിം ഈസ് രാഹുൽ, ഐ ആം രാഹുൽ, ഞാൻ രാഹുലാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ രാഹുൽ ആണ്. ഐ രാഹുൽ ആം എന്നല്ല പറയുന്നത്, ഞാൻ ആം ആണ്, രാഹുൽ ഞാൻ രാഹുലാണ്. അപ്പോൾ വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് രാഹുൽ. അപ്പം മൈ നെയിം എൻ്റെ പേര്, അതൊറ്റ വാക്കാണ്, നമ്മളങ്ങനെ മനസ്സിലാക്കാം. രാഹുൽ എന്നാണ് എന്ന് പറയുമ്പോൾ രാഹുൽ എന്ന് പറഞ്ഞിട്ട് പിന്നല്ല ഈസ് പറയുന്നത്, മൈ നെയിം ഈസ് രാഹുൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺവേ എങ്ങനെയാണ് അത് കൺവേ ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഐ ആം രാഹുൽ പറഞ്ഞു, മൈ നെയിം ഈസ് രാഹുൽ പറഞ്ഞു, ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസുകൾ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്ന, അതായത് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയേണ്ടുന്ന ഏറ്റവും ഒന്നുകിൽ നമ്മൾ പേരുകളായിരിക്കും പറയുന്നത്, ഇല്ലെങ്കിൽ സ്കൂള്, ഹൗസ്, ബാഗ്, ടീപ്പോ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്, ബുക്ക് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അതല്ലാതെ ഇപ്പം ഞാൻ, എൻ്റെ, അവൾ, അവൻ, അവർ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവൻ അങ്ങോട്ട് പോകുന്നു, ഞാൻ ഇങ്ങോട്ട് വരുന്നു, അവൻ സ്കൂളിൽ പോകുന്നു, അവർ പാട്ട് പാടുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് പഠിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഐ എന്ന് പറയുന്നത് ഞാൻ എന്നാണല്ലോ. ഐയിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് മൈ എന്ന് പറയുമ്പം എൻ്റെ. മൈൻ എന്ന് പറയുമ്പോൾ അത് എൻ്റേത് എന്നാവും. എന്നാൽ മൈസെൽഫ് ആണെങ്കിൽ എന്നെ തന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ എന്ന് പറയുന്നതാണ് മൈസെൽഫ്. അപ്പം ഐ എന്ന ഞാനിൽ നിന്നും നമുക്ക് എന്തൊക്കെ എടുക്കാം? മൈയും മൈനും എടുക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എളുപ്പം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ടിപ്സാണ് ഞാൻ തരുന്നത്. ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു ലെറ്റർ എഴുതാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനോ, ഇപ്പം നിങ്ങളിതിന് കുഞ്ഞു നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് എഴുതി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യലായിരിക്കും. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറയുന്നത് ഐയുടെ കൂടെ നമ്മൾ ഐക്ക് പകരമായിട്ട് മൈ എന്നും മൈനെന്നും മൈസെൽഫ് എന്നും പറയാം. എന്നാൽ ഈ ഐ എന്ന് പറയുന്നത് ഞാൻ, നീ ആവുമ്പോഴോ യു ആവും, ഇല്ലേ? യു വരുമ്പോൾ അവിടെ എന്തൊക്കെ വരും? യുവർ നിൻ്റെന്നും യുവേഴ്സ് നിൻ്റേത് എന്നും വരും, ഇല്ലേ? യുവർ യുവേഴ്സ്, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? യുവർ സെൽഫ്, നിന്നെ തന്നെ അല്ലെങ്കിൽ നീ തന്നെ, അല്ലെങ്കിൽ യുവർ സെൽഫ്സ്, കുറേ പേരുണ്ടെങ്കിൽ യുവർ സെൽഫ്സ്, അതൊക്കെ അവിടെ അത് നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിലും വേണ്ടില്ല. പിന്നെ വരുന്നതാണ് ഐ കഴിഞ്ഞ് യു, നിങ്ങൾ വരുന്നു, പിന്നെ വി ഞങ്ങൾ വരുമ്പോൾ അവിടെ എന്ത് വരും? ഞങ്ങൾ വി ആണെങ്കിൽ അവിടെ ഔർ ഞങ്ങളുടെ, അവേഴ്സ് ഞങ്ങളുടേത്, അസ് നമ്മൾ അല്ലെങ്കിൽ നാം. അപ്പോൾ ഇവിടെ
ഈ പറയുന്ന ഓരോ വാക്കുകളുടെയും മീനിങ് വെച്ച് മനസ്സിലാക്കി പഠിച്ചോണം. അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ അവിടെ ഹീ ആണെങ്കിലോ അവൻ ആണെങ്കിലോ അവിടെ നമുക്ക് ഹീക്ക് നമുക്ക് ഹിം അവനെ, ഹിസ് അവൻ്റെ, ഹിംസെൽഫ് അവനെ തന്നെ അല്ലെങ്കിൽ അവനെ എന്നുള്ള അർത്ഥം. ഓക്കെ. ഷീ വരുമ്പോൾ ഹിം പറയുന്ന പോലെ ഹെർ, ഷീ ഹെർ, ഹേഴ്സ് ഹെർ, അതുപോലെ ഹേഴ്സെൽഫ്. അപ്പം ഹെറും ഹേഴ്സും. എന്നാൽ ഇവിടെ ദേ ആണെങ്കിൽ ദേ അവർ, ദം അവരെ, ദെയർ അവർക്ക്, ദെയേഴ്സ് അവരുടെ, അതിനെല്ലാം നമുക്ക് സെൽഫ് ചേർക്കുമ്പോൾ ദംസെൽസ്. ഓക്കെ. അതുപോലെ ഇറ്റിന് ഇറ്റ്സ് അവയുടെ അല്ലെങ്കിൽ അതിൻ്റെ എന്നൊക്കെ പറയാൻ. അപ്പോൾ ഇവിടെ ഐ, മൈ, മൈൻ എന്ന് പറഞ്ഞു. യു വന്നപ്പോൾ യുവർ, യുവേഴ്സ് പറഞ്ഞു. വി വന്നപ്പോൾ അവർ, അവേഴ്സ് പറഞ്ഞു. ഹി, ഹിം, ഹിസ് പറഞ്ഞു. ഷീ, ഹെർ, ഹേഴ്സ് പറഞ്ഞു. ദേ വരുമ്പോൾ ദം, ദെയർ, ദെയസ്. ഇറ്റാണെങ്കിൽ ഇറ്റ്സ്, ഇറ്റ്, ഇറ്റ് സെൽഫ്. ഓക്കെ. അപ്പോൾ ഇത്ര ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റ് ചേർത്തൊരു കാര്യങ്ങൾ പറയാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം ഐ ആണ് ഞാൻ, നീ ആവുമ്പോൾ യു ആണ്. അപ്പോൾ ഐക്ക് യുവിനും ഇടയ്ക്ക് ലവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. ഓക്കെ. എന്നാൽ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നതാണെങ്കിലോ ഞങ്ങൾ എന്നാവുമ്പോൾ വി ലവ് യു. ഓക്കെ. അവൻ എന്നെ സ്നേഹിക്കുന്നതാണെങ്കിലോ എന്നെ എന്നുള്ളതിന് നമ്മൾ എന്തോ മുമ്പേ പറഞ്ഞ മീ ആണ്. അപ്പോൾ അവനും എന്നെയും കൂടെ നമ്മൾ ഇംഗ്ലീഷിൽ ഒന്നിച്ച് എഴുതൂല. അവൻ ഹി സ്നേഹിക്കുന്നു, ലവ്സ്, ഹി ലവ്സ് മീ. ഇതെങ്ങനെ ഈ വ്യത്യാസം വരുന്നത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഹി ലവ്സ് മീ. അവൾ അവരെ സ്നേഹിക്കുന്നു, ഷീ ലവ്സ് ദം. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു വാക്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും തൊട്ടടുത്ത ക്ലാസ്സിൽ നിങ്ങൾ മറക്കാതെ കാണുക. ഇതിൻ്റെ ബാക്കിയായിരിക്കും. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ സെൻറ്റൻസ് എങ്ങനെ തുടങ്ങാം എന്നൊരു ചെറിയ അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ. അതുപോലെ വേറൊരു പ്രധാന കാര്യം, നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് സംശയമുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും തൊട്ടടുത്ത ക്ലാസ്സിൽ ആ ഒരു സംശയം ആരാണോ അത് ചോദിക്കുന്നവരുടെ സംശയം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം മാത്രമേ തൊട്ടടുത്ത ക്ലാസ്സുകളിലേക്ക് ഞാൻ കടക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എ, മാനും, ദ, അതുപോലെ ഐ, യു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ സിമ്പിളായ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ റിവേഴ്സ് ഓർഡറിലേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് കരുതുന്നത്. അതായത് എല്ലാവരും സാധാരണ കുറേ ഗ്രാമർ പറഞ്ഞിട്ട് അതിൻ്റെ ബേസ് പറഞ്ഞ് ടെൻസ് പറഞ്ഞൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ പറയാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിച്ച് വരാനുള്ള ചില കാര്യങ്ങളിലൂടെ നമുക്ക് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനത് ചെയ്യാം, എനിക്കത് ചെയ്യേണ്ടതുണ്ട്, ഞാനത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറയില്ലേ. അപ്പം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട് പഠിച്ചിട്ട് നമുക്ക് അതിൽ നിന്നും മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകാം. ഓക്കെ. അപ്പം എനിക്ക്, ഞാൻ എന്നുള്ളതിനൊക്കെ ഐ അല്ലെങ്കിൽ മീ, മൈ, മൈനൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പം ഇപ്പം നമ്മൾ എനിക്ക് ചെയ്യാൻ കഴിയും, അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പം നിങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് നിങ്ങൾ എനിക്ക് കളിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവന് പഠിക്കാൻ കഴിയും, അവൾക്ക് പോകാൻ കഴിയും എന്നൊക്കെ പറയുന്ന അതേ രീതിയിൽ എനിക്കത് ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ ആ ചെയ്യുക എന്ന വാക്കിൽ പറയുന്നതിൻ്റെ കാരണം അത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെയ്യുക എന്നുള്ളതിന് ഡു ആണ്, എനിക്ക് എന്നുള്ളതിന് ഐ ആണല്ലോ. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പറയാൻ നമ്മൾ സിമ്പിളായിട്ട് ഐയുടെയും ഡൂവിൻ്റെയും ഇടയ്ക്ക് ക്യാൻ എന്നത് മാത്രം അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താവും? ഐ ക്യാൻ ഡു. അതെന്നാണെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് ചെയ്യാൻ കഴിയുമെന്നാകുമ്പം ആ ഡു എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു അടിസ്ഥാനമായ ആശയമാണ്. ആ ഡൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏത് പ്രവൃത്തി വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡു. എനിക്ക് കളിക്കാൻ കഴിയും, ഐ ക്യാൻ പ്ലേ. എനിക്ക് പോകാൻ കഴിയും, ഐ ക്യാൻ ഗോ. അവൾക്ക് പോകാൻ കഴിയും,
ഷീ ക്യാൻ ഗോ, അവന് പോകാൻ കഴിയും. ഹീ ക്യാൻ ഗോ, നിനക്ക് പോകാൻ കഴിയും. യു ക്യാൻ ഗോ. അപ്പം ഇങ്ങനെ ആ ക്യാൻ എന്നത് എനിക്ക് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെയും ഏതാണോ പ്രവൃത്തി ചെയ്യുന്ന അതിൻ്റെ ഇടയ്ക്ക് ചേർത്താൽ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നാവും. ഓക്കെ ആണല്ലോ. എനിക്ക് പാടാൻ കഴിയും, ഐ ക്യാൻ സിങ്. അവൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും, ഷീ ക്യാൻ ഡാൻസ്. വേറൊന്നുമില്ല അവിടെ ചെയ്യാൻ, വേറൊന്നും അവിടെ പറയാനില്ല. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് പോകാൻ പറ്റും, വരാൻ പറ്റും, വിളിക്കാൻ പറ്റും, കരയാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയും, ഐ ക്യാൻ സ്റ്റഡി. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്നതാണെങ്കിലോ, ഐ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. നിനക്ക് പഠിപ്പിക്കാൻ കഴിയുന്നതാണെങ്കിലോ, യു ക്യാൻ ടീച്ച്. നിനക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുന്നതാണെങ്കിലോ, യു ക്യാൻ ടീച്ച് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ ആ ഒരു പ്രയോഗം നമുക്ക് മനസ്സിലായി. ഓക്കെ. എന്നാൽ രണ്ടാമതായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാനാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ മാറ്റി മാറ്റി ആരുടെയെങ്കിലും പേരും അതുപോലെ പ്രവൃത്തിയൊക്കെ മാറ്റി മാറ്റി പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കത് എളുപ്പം ചെയ്യാൻ പറ്റും, എളുപ്പം പറയാൻ പറ്റും. ഓക്കെ. എന്നാൽ ഈ എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് പറയുന്നതിന് പകരം ഞാനത് ചെയ്യാം എന്നാണെങ്കിലോ, അത് ചെയ്യാൻ കഴിയും എന്നത് മാറി ഞാനത് ചെയ്യാം എന്നാണെങ്കിൽ ഐ ഷാൽ ഡു. അപ്പോൾ ഡു എന്നുള്ളിടത്ത് ഏത് പ്രവൃത്തി വേണേലും മാറ്റാം. കളിക്കാം എന്നാണെങ്കിലോ, ഐ ഷാൽ പ്ലേ. ഞാൻ വരാം, ഐ ഷാൽ കം. ഞാൻ പോവാം, ഐ ഷാൽ ഗോ. ഞാൻ വിളിക്കാം, ഐ ഷാൽ കോൾ. ഞാൻ നിന്നെ വിളിക്കാം എന്നാണെങ്കിൽ ഐ ഷാൽ കോൾ യു. ഞാൻ ക്രിക്കറ്റ് കളിക്കാം എന്നാണെങ്കിലും ഐ ഷാൽ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ കളിക്കാം, പോകാം എന്നുള്ളത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെ നമ്മൾ പറയും, അല്ലാതെ അവൻ പോകാം, അവൻ കളിക്കാം എന്ന് നമ്മൾ പറയാറില്ല. ഓക്കെ. അപ്പം ഞങ്ങൾ പോകാം, വി ഷാൽ ഗോ. ഞങ്ങൾ വരാം, വി ഷാൽ കം. ഞങ്ങൾ കളിക്കാം, വി ഷാൽ പ്ലേ. അപ്പോൾ ആ ഷോൾ എന്നത് പോകാം, വരാം, കളിക്കാം എന്നൊക്കെയായി. മനസ്സിലായോ? വളരെ എളുപ്പത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രയോഗങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. പിന്നെ വരുന്നത് ഇനിയപ്പോൾ ഈ രണ്ടും എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്യാം, ഇത് രണ്ടും ഈ ചെയ്യുക എന്നുള്ള ഡൂവിൻ്റെ ഭാഗത്ത് ഏത് പഠിക്കുക, സ്റ്റഡി, കളിക്കുക, പ്ലേ, ചിരിക്കുക, സ്മൈൽ, ഉറങ്ങുക, സ്ലീപ്പ്, പഠിപ്പിക്കുക, ടീച്ച്, ഇങ്ങനെ ഏത് പ്രവൃത്തി വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയണം, അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നായാലും മതി. ഇപ്പം ചെയ്യുക എന്നുള്ള ഡൂവിനെ പിടിക്കുന്നത് ഏത് വെർബ് വേണേലും അവിടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് ചെയ്യേണ്ടതുണ്ട്, ഐ ഹാവ് ടു ഡു. അപ്പോൾ ഹൗ ടു, അതായത് ഐക്കും നമ്മൾ മുമ്പേ ക്യാൻ ചേർത്ത പോലെ അല്ലെങ്കിൽ ഷോൾ ചേർത്ത പോലെ ഐക്കും ഡൂനും ഇടയ്ക്ക് ഏത് ചേർക്കണം? ഹൗ ടു ചേർക്കണം. ഹൗ ടു ചേർക്കുമ്പോൾ എന്താവും? ഐ ഹാവ് ടു ഡു ഇറ്റ്. എനിക്കത് ചെയ്യേണ്ടതുണ്ട്. അവൾക്കത് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പം ഹാവിന് പകരം നമ്മളിവിടെ ഹാസ് ചേർക്കണം. അതിൻ്റെ കാരണങ്ങളൊക്കെ പിന്നെ പറഞ്ഞു തരാം, അത് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഒരാളെ ഉള്ളെങ്കിൽ, അതായത് ഞാൻ, നീ, അവർ എന്നൊക്കെ പറയുന്ന പോലെ ഞാനും നീയും ഒക്കെ കുറേ പേരുള്ള കൂട്ടത്തിൽ നമ്മൾ കൂട്ടുന്നത്. പക്ഷെ അവൻ അവളൊക്കെ ആണെങ്കിൽ ഒരാളാണ്. അപ്പോൾ അവിടെ ഷീ ഹാസ് ടു ഡു ഇറ്റ്. അപ്പോൾ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ചേർക്കുമ്പോൾ എന്താവും? അവിടെ ചെയ്യേണ്ടതുണ്ട് എന്നതാവും. അപ്പം എനിക്ക് കളിക്കേണ്ടതുണ്ട്, ഐ ഹാവ് ടു പ്ലേ. നിനക്ക് പോകേണ്ടതുണ്ട്, യു ഹാവ് ടു ഗോ. അവർക്ക് വരേണ്ടതുണ്ട്, ദേ ഹാവ് ടു കം. അപ്പം അവിടെ അതും മനസ്സിലായല്ലോ. അപ്പം ചെയ്യാൻ കഴിയുമെന്നതും ചെയ്യാമെന്നതും ചെയ്യേണ്ടതുണ്ട് എന്നതും ഇവിടെ പഠിച്ചു. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് പറയാം, ഞാൻ ചെയ്യും, അത് ചെയ്യും, ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറയത്തില്ലേ, അവിടാണ് നമ്മൾ വിൽ ഡു. അതായത് ഐ വിൽ ഡു. ഐക്കും ഡൂവിനിടയ്ക്ക് എന്ത് ചേർക്കണം? വിൽ ചേർക്കണം. ഇപ്പം 4 രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അവൻ ചെയ്യും എന്നാണെങ്കിലോ ഹീ വിൽ ഡു. അവൾ ചെയ്യും, ഷീ വിൽ ഡു. അവർ ചെയ്യും, ദേ വിൽ ഡു. നീ ചെയ്യും, യു വിൽ ഡു. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ കളിക്കും, ഐ വിൽ പ്ലേ. നീ കളിക്കും, യു വിൽ പ്ലേ. അവർ പഠിക്കും, they will study. അവൾ പഠിക്കും, she will study. അപ്പം 5 രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ചെയ്യാൻ കഴിയും,
ക്യാൻ ഡു, ചെയ്യാം ഷോൾ ഡു, ചെയ്യേണ്ടതുണ്ട് ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഡു, ചെയ്യും വിൽ ഡു. ഓക്കെ, അപ്പം ഈ ഒരു 4 രീതി എന്ന് പറയുന്നത് ഇപ്പം ഞാനവിടെ ഒരു ഒറ്റ ക്വസ്റ്റ്യനകത്ത് ആ 4 രീതിയും കൂടെ, അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അതായത് ഓൺലൈനിൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് ഞാനിപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ താല്പര്യമുള്ളവർ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ പറയാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും, ഐ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും, ഹീ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കും, ദേ വിൽ ടീച്ച് ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടതുണ്ട്, ദേ ഹാവ് ടു ടീച്ച് ഇംഗ്ലീഷ്. കണ്ടോ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കും, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാം എന്നാണെങ്കിലോ, ഐ ഷോൾ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പം ഷോള്, വില്ല്, ഹാവ് ടു, ക്യാൻ, ഇത്രയും കാര്യങ്ങൾ ഇപ്പം വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിച്ചു ഇല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ അവസാനമുള്ള എക്സർസൈസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അതൊന്ന് അതിനനുസരിച്ചൊന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, എനിക്ക് പോകേണ്ടതുണ്ട്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവന് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടതുണ്ട്. അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞങ്ങൾ സ്കൂളിൽ പോകാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ വരുമ്പം രാജു പരീക്ഷയ്ക്ക് പോകും. അപ്പം പോകും എന്നുള്ളത് ആദ്യം അങ്ങ് എഴുതുക. ഇപ്പം രാജു പോകും എന്നുള്ളത് എഴുതിയിട്ട് പിന്നെ മതി പരീക്ഷ. അവൻ സ്കൂളിൽ ഞാൻ സ്കൂളിൽ പോകാം, ഞാൻ സ്കൂളിൽ പോകാം. അപ്പം ഇവിടെ മനസ്സിലാക്കുക, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യേണ്ടതുണ്ട്, ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യും. ഈ വ്യത്യസ്തമായിട്ടുള്ള സെൻറ്റൻസുകൾ വളരെ എളുപ്പത്തിലാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് തൊട്ടടുത്ത് തന്നെ അതിനേക്കാൾ എളുപ്പത്തിലാണ് അടുത്ത ക്ലാസ് വരുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വളരെ സിമ്പിളായ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട, എന്നാൽ പലരും പല സദസ്സുകളിലും തെറ്റിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും സംശയമുള്ള ഭാഗങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി തന്നതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോവുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ സാധാരണ നമ്മൾ പറയുന്ന ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പം ഞാനാണ് എന്ന് പറയാൻ അയാം എന്ന് ഉപയോഗിക്കാം. അതായത് ഐയുടെ കൂടെ ആം, ഞാൻ ആകുന്നു അല്ലെങ്കിൽ ഞാൻ ആണ്. ഇപ്പം ഐ ആം ബിസി, ഞാൻ ബിസിയാണ്. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഐ ആം ബ്രില്യൻറ്റ്, ഞാൻ ബ്രില്യൻ്റ് ആണ്. ഐ ആം എ ഫൂൾ, ഞാനൊരു ഫൂളാണ്. ഇങ്ങനെ ഏത് കാര്യമാണെങ്കിലും ഞാനാണ് അല്ലെങ്കിൽ ഞാനാകുന്നു, ഇപ്പം ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ആം യൂസ് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ ഐയുടെ കൂടെ ആം മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആമിൻ്റെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇന്നതാണ്, ഞാൻ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ ഞാൻ സ്മാർട്ടാണ്, ഐ ആം സ്മാർട്ട്. ഞാൻ ടീച്ചറാണെന്ന് പറയണ ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഞാൻ ഒരു ടീച്ചറാണ്. ഐ ആം ടീച്ചർ, ഞാൻ ടീച്ചറാണ്. അപ്പം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. എന്നാൽ നീ സ്മാർട്ടാണ് എന്ന് പറയാൻ യു ആർ സ്മാർട്ട് എന്ന് പറയാം. ഓക്കെ, യു ആർ സ്മാർട്ട്. ഇത് എഴുതി മനസ്സിലാക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക. ഇതിനായിട്ട് അടുത്ത ക്ലാസ് പറയുന്നത് ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പം നീ സ്മാർട്ടാണ് എന്ന് പറയാൻ യു ആർ സ്മാർട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എവറി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ക്ലാസ്സുകൾ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നീ സ്മാർട്ടാണ്, യു ആർ സ്മാർട്ട്. നീ ഹാപ്പിയാണ്, യു ആർ ഹാപ്പി. നീ ടീച്ചറാണ്, യു ആർ എ ടീച്ചർ. നീ വിദ്യാർത്ഥിയാണ്, യു ആർ എ സ്റ്റുഡൻറ്റ്. മനസ്സിലായോ? അപ്പം നീ ഇന്നതാണ് അല്ലെങ്കിൽ നീ ആകുന്നു എന്ന് പറയാൻ യു ആർ ഉപയോഗിക്കും. ഞാനാണ് അല്ലെങ്കിൽ ഞാൻ ആകുന്നു എന്ന് പറയാൻ ഐ ആം ഉപയോഗിക്കും.
അപ്പം ഐ ആം എന്നതും യു ആർ എന്നതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നോക്കിക്കോളൂ, അവൻ ഹാപ്പിയാണ്, ഹീ ഈസ് ഹാപ്പി. അവൻ സ്മാർട്ടാണ്, ഹീ ഈസ് സ്മാർട്ട്. അവനൊരു ടീച്ചറാണ്, ഹീ ഈസ് എ ടീച്ചർ. അവനൊരു സ്റ്റുഡൻ്റാണ്, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ രാജുവാണ് സ്മാർട്ട് എന്ന് പറയാനോ, രാജു ഈസ് സ്മാർട്ട്, രാജു ഈസ് ബ്രില്യൻറ്റ്, രാജു ഈസ് എ ടീച്ചർ, രാജു ഈസ് എ സ്റ്റുഡൻറ്റ്. ഇങ്ങനെ നമുക്ക് ആരെ പറ്റിയാണോ പറയുന്നത് അത് മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടീച്ചറാണെന്ന് പറയുമ്പം ഞാനും ടീച്ചറും അല്ല ഒരുമിച്ച് പറയേണ്ടത്, ഞാനാണ് ടീച്ചർ എന്ന് വരിക. ഓക്കെ, അപ്പം ഐ ആം എന്നുള്ളതും യു ആർ എന്നതും ഹീസ് എന്നും മനസ്സിലായല്ലോ. ഇനി വരുന്നത് ഷീസാണ്. അവളാണ് എന്ന് പറയുമ്പം ഷീസ്. അവളൊരു ടീച്ചറാണ്, ഷീസ് എ ടീച്ചർ. അവൾ സ്റ്റുപ്പിഡാണ്, ഷീസ് സ്റ്റുപ്പിഡ്. അവൾ സ്മാർട്ടാണ്, ഷീസ് സ്മാർട്ട്. അവൾ എൻ്റെ അമ്മയാണ്, ഷീസ് മൈ മദർ. ഓക്കെ, അപ്പോൾ ആ മൈ എൻ്റെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവൻ എൻ്റെ അച്ഛനാണ്, ഹീസ് മൈ ഫാദർ. അവൻ എൻ്റെ ഫാദറാണ്. എന്നാൽ അത് മാറി അവർ എന്ന ദേയിലേക്ക് വരുമ്പം, അപ്പം നമ്മൾ ഐയുടെ കൂടെ ആം ചേർത്തു, യുയുടെ കൂടെ ആർ ചേർത്തു, ഹീയുടെ കൂടെ ഈസ് ചേർത്തു. ഷീ എന്നതിൻ്റെ കൂടെ ഈസ് ചേർക്കുക എന്ന് വെച്ചാൽ അവിടെ എന്താണെന്നറിയോ, അവിടെ ഒരാളെ ഉള്ളെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈസാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ആണ് എന്ന് പറയാൻ, മറ്റുള്ള വാക്കുകളൊന്നും അവിടെ മനസ്സിൽ വെച്ചേക്കരുത്. ആണ് എന്ന് പറയാൻ ഈസാണ് ഉപയോഗിക്കേണ്ടത് ഒരാളുടെ കൂടെ. എന്നാൽ കുറേ പേരുണ്ടെങ്കിൽ ആറാണ്. അപ്പം അവർ ടീച്ചേഴ്സാണ്, ദേ ആർ ടീച്ചേഴ്സ്. അവർ ഹാപ്പിയാണ്, ദേ ആർ ഹാപ്പി. അവർ സ്മാർട്ടാണ്, ദേ ആർ സ്മാർട്ട്. അവർ ബ്രില്യൻ്റാണ്, ദേ ആർ ബ്രില്യൻറ്റ്. അവർ സ്റ്റുപ്പിഡാണ്, ദേ ആർ സ്റ്റുപ്പിഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉപയോഗം, ഈ ഒരു രീതി മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പം ഞാനൊരു ടീച്ചറാണ് എന്നത് ഞാനൊരു ടീച്ചർ ആണോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഐ ആം എന്നത് മാറി അത് ആം ഐ എന്നാവണം. അപ്പോൾ എന്താവും, ഞാനൊരു ടീച്ചറാണോ, ആം ഐ എ ടീച്ചർ. അപ്പം നീ ഒരു ടീച്ചറാണോ എന്ന് പറയണമെങ്കിലോ, നീ ഒരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ യു ആർ എ ടീച്ചർ. നീ ഒരു ടീച്ചറാണോ എന്ന് ചോദിക്കാൻ ആർ യു എ ടീച്ചർ. അവനൊരു ടീച്ചറാണ്, ഹീസ് എ ടീച്ചർ. അവനൊരു ടീച്ചറാണോ, ഈസ് ഹീ എ ടീച്ചർ. അവനൊരു ടീച്ചർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അവളൊരു ടീച്ചറാണ്, ഷീസ് എ ടീച്ചർ. അവളൊരു ടീച്ചറാണോ, ഷീസ് എന്നുള്ളത് എന്താവണം, ഈസ് ഷീ എ ടീച്ചർ. അവർ ടീച്ചേഴ്സാണ്, ദേ ആർ ടീച്ചേഴ്സ്. അവർ ടീച്ചേഴ്സാണോ, ആർ ദേ ടീച്ചേഴ്സ്. പിടി കിട്ടിയോ? അപ്പം നമ്മൾ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ഒരു സെൻറ്റൻസിനെ കിട്ടിയാൽ ആ സെൻറ്റൻസിനെ വെച്ചുകൊണ്ട് മറ്റുള്ള സെൻറ്റൻസുകളിലേക്ക് പോകുന്നൊരു രീതിയാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റൻസുകൾക്ക് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കൺസ്ട്രക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും ഒക്കെയാണ് പഠിപ്പിച്ചാണ് ഞാൻ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് വളരെ എളുപ്പത്തിൽ, ഇപ്പം നിങ്ങൾക്ക് മറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നോക്കിയാലും മനസ്സിലാവും, ആ ഒരു രീതിയിലോ ആ ഒരു ക്രൈറ്റീരിയയിലോ അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലാസ്സുകളുടെ കൂടെ ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഈ ക്ലാസ്സുകളുടെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് ഞാനൊരു ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ. അവിടെ ഐ ആം ഹാപ്പി, ഐ ആം ബ്രില്യൻറ്റ്, ഇതെല്ലാം പറയാം. എന്നാൽ അവിടെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താവും, ആം ഐ എന്നാവും. നീ ഒരു ടീച്ചറാണ് എന്ന് വരുമ്പോൾ യു ആർ എന്നാവും. നീ ഒരു ടീച്ചർ ആണോ, ആർ യു. അവനൊരു ടീച്ചറാണ്, ഹീസ് എ ടീച്ചർ. ആണോ, ഈസ് ഹി, ഈസ് ഷീ, ആർ ദേ എന്ന് വരും. എന്നാൽ ഇവിടെ ഞാനൊരു ടീച്ചർ അല്ല എന്ന് പറയുമ്പം ഐ ആം നോട്ട് എ ടീച്ചർ. അവനൊരു ടീച്ചറല്ല, ഹീസ് നോട്ട് എ ടീച്ചർ. അവളൊരു ടീച്ചറല്ല, ഷീസ് നോട്ട് എ ടീച്ചർ. അവർ ടീച്ചേഴ്സ് അല്ല, ദേ ആർ നോട്ട് ടീച്ചേഴ്സ്. മനസ്സിലായോ? അതായത് ഓരോന്നിനും അതിൻ്റേതായ കാര്യങ്ങളെ അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ വ്യത്യസ്ത രീതിയിൽ, അതായത് ഹീസ്, ഐ ആം, യു ആർ, ഹീസ്, ഷീസ്, ദേ ആർ. ആം ഐ, ആർ യു, ഈസ് ഹി, ഈസ് ഷീ, ആർ ദേ. I am not,
യു ആർ നോട്ട്, ഹീ ഈസ് നോട്ട്, ഷീ ഈസ് നോട്ട്, ദേ ആർ നോട്ട്. ഇത്രയും വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും അല്ല, ഇതൊക്കെ എല്ലാവരും തെറ്റിക്കുന്ന, എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഏതായാലും ഇനി 15 ദിവസത്തെ ക്ലാസ് അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നമുക്ക് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉള്ളത് കൂടി നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാണ് കുട്ടികൾ ഹാപ്പിയാണ്, ചിൽഡ്രൻ ആണ് കുട്ടികളല്ലേ, ആർ ഹാപ്പി. കുറേ പേരുണ്ടല്ലോ ഇപ്പോൾ ആറല്ലേ, ചിൽഡ്രൻ ആർ ഹാപ്പി. എന്നാൽ കുട്ടി ഹാപ്പിയാണെന്നാണെങ്കിലോ ചൈൽഡ് ഈസ് ഹാപ്പി. കണ്ടോ? എന്നാൽ ടീച്ചർ ഹാപ്പിയാണ്, ടീച്ചർ ഈസ് ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്, ഐ ആം ഹാപ്പി. അപ്പം ഇങ്ങനെ ഒരു സെൻറ്റൻസ്, ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ സബ്ജക്റ്റുകൾ ആരാണോ പ്രവൃത്തി ചെയ്യുന്ന അവരെയും അതുപോലെ പ്രവൃത്തികളെയും മാറ്റി മാറ്റി നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ എന്താണെന്ന് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാവുകയും നമുക്ക് പെട്ടെന്ന് ആ ക്ലാസ്സുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ലാസ്റ്റ് കൊടുക്കുന്ന എക്സർസൈസ് നിങ്ങളൊന്ന് നോക്കുക, അത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ പറയാണ്, അവൻ സ്മാർട്ടാണ്, ഓക്കെ. അവൾ സ്മാർട്ടല്ല, അവർ കുട്ടികളാണ്, ഞാൻ കുട്ടിയല്ല, അവർ ടീച്ചേഴ്സാണ്, അവൾ ടീച്ചറല്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. ഒപ്പം നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഏത് ഭാഗമാണ്, അതായത് ഇതല്ലാതെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതല്ലാതെ വേറെ ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെയുള്ള സംശയങ്ങൾ കാണുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റുകളായിട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് ഓരോരുത്തർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഈ വെക്കേഷൻ ടൈമിൽ ഈ 15 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം തന്നെ മാക്സിമം കമൻസുകൾ, എക്സർസൈസുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകളും നിങ്ങളവിടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സംശയമുള്ള ക്ലാസ്സുകൾ ഞാൻ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. അപ്പം മാക്സിമം ആളുകളിലേക്ക് ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സിമ്പിൾ ആയിട്ട് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇന്ന് നമ്മൾ പറയുന്നത് സാധാരണയായിട്ട് നാം കോൺവെർസേഷനിൽ അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ക്ലാസ്സുകളിലൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിയറായിട്ട് കോൺവെർസേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള നമ്മൾ ഈ പറഞ്ഞ ഉപയോഗിച്ച ശൈലികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സംസാരിക്കാം എന്നുള്ളതൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. അതായത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ പറയാണ് ഞാൻ എന്നും ബ്രഷ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകാറുണ്ട്, ഞാൻ പഠിക്കാറുണ്ട്, ഞാൻ അവനെ കാണാറുണ്ട് എന്നൊക്കെ പറയാറില്ലേ. ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാനത് ഒരാൾ ചെയ്യുന്ന ആ പ്രവൃത്തി മാത്രം വെച്ചുകൊണ്ട് ഒത്തിരി കോംപ്ലക്സ് ആക്കിയിട്ടല്ല, വളരെ സിമ്പിളായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയണം, ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട്, അതുപോലെ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഞാൻ പഠിക്കാറുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് എന്ന് വേണ്ട, ഞാൻ കളിക്കാറുണ്ട്, ഞാൻ പഠിക്കാറുണ്ട്, ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടുന്നത് എന്താണെന്നാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബ് എന്ന് പറയും. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഡസ് എന്ന് പറഞ്ഞാലും ചെയ്യുക എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഡു ഡസ് എന്നത് ഇംഗ്ലീഷിന്റെ അടിസ്ഥാനമായ ഒരാശയമാണ്. അതായത് ഡു വെർബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് വെർബ് എടുത്താലും, ഇപ്പൊ പ്ലേ കളിക്കുക, സ്റ്റഡി പഠിക്കുക, ടീച്ച് പഠിപ്പിക്കുക, റൈറ്റ് എഴുതുക, ഏത് വെർബ് എടുത്താലും നമ്മളിപ്പം 5 അല്ലെങ്കിൽ 5 = 0 + 3 എന്ന് പറയുന്ന പോലെ 0 എല്ലാത്തിലും ഉണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ വെർബിനകത്തെയും എല്ലാ റൂട്ട് വെർബിനകത്തും ഡു എന്ന ഒരു ഫോം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പ്ലേ എന്ന് എഴുതുമ്പോൾ അതിനെ നമ്മൾ ഡു + പ്ലേ എന്ന് എഴുതണം.
എന്നാൽ റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതണം. റീഡ് എന്നാണെങ്കിൽ അവിടെ ഡു പ്ലസ് റീഡ് എന്ന് എഴുതണം. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒന്നും ഇംഗ്ലീഷ് ഒന്നും അറിയാത്തവരാണെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ അതാണ് ഡു വെർബ് എന്ന് പറയുന്നത്. എന്നാൽ ഡസ് വെർബ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെർബുകളുടെ എല്ലാം എല്ലാ പ്രവൃത്തികളുടെയും കൂടെ ഒരു എസ് കൂടെ ആഡ് ചെയ്യാണ്. അതായത് ഇപ്പം പ്ലേ, കളിക്കുക എന്നുള്ളതിൻ്റെ കൂടെ പ്ലേസ് എന്ന് എഴുതിയാൽ ഡസ് പ്ലസ് പ്ലേ ആണ്. ഓക്കെ. എന്നാൽ റൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡസ് പ്ലസ് റൈറ്റ് ആണ്. റീഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡസ് പ്ലസ് റീഡ് ആണ്. അതായത് ഏത് വെർബിൻ്റെയെങ്കിലും കൂടെ ഒരു എസ് ഉണ്ടെങ്കിൽ അത് ഡസ് വെർബ് ആയിരിക്കും. എന്നാൽ ഒന്നും ആഡ് ചെയ്യാതെ ഒരു വെർബ് ചുമ്മാ, അതായത് പ്ലേ, റീഡ്, റൈറ്റ് എന്നൊക്കെയാണെങ്കിൽ അത് ഡു വെർബ് ആയിരിക്കും. എപ്പോഴും ഈ ഒരു ആശയം മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ ഈ ഡു വെർബ് എന്ന് പറയുന്നതും ഡസ് വെർബ് എന്ന് പറയുന്നതുമാണ് സാധാരണ എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ ഉപയോഗിക്കുന്നത്. അതായത് ഏതെങ്കിലും കാര്യം നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്യാറുണ്ട്, ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ. ഞാൻ സ്കൂളിൽ പോകുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പോകാറുണ്ട് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പറയുന്നതിന് നമുക്ക് ഡു വെർബോ ഡസ് വെർബോ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എവിടെയാണ് അത് ഉപയോഗിക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ പറയാണ് ഞാൻ കളിക്കാറുണ്ട്. ഞാൻ കളിക്കാറുണ്ട് എന്ന് പറയുന്നതിന് പകരം ഞാൻ കളിക്കുന്നുവെന്നോ ഞാൻ കളിക്കുന്നുണ്ട് എന്നോ പറയുന്നതിന് നമുക്ക് ഐ പ്ലേ എന്ന് പറയാം. അതായത് ഡു വെർബാണ്. ഞാൻ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്നുണ്ട്, ഐ ഡു. ഞാൻ എഴുതുന്നുണ്ട്, ഐ റൈറ്റ്. അതിന് എഴുതാറുണ്ട് എന്നോ ഞാൻ എഴുതുന്നു എന്നോ പറയാം. മനസ്സിലായോ? അപ്പം ഐ എന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ യു വരുമ്പോഴും നീ ചെയ്യാറുണ്ട്, യു ഡു. നീ കളിക്കാറുണ്ട്, യു പ്ലേ. നീ എഴുതാറുണ്ട്, യു റൈറ്റ് എന്നും. അതുപോലെ കുറേ പേര്, അതായത് ഇപ്പം ദേ അല്ലെങ്കിൽ ചിൽഡ്രൻ, ഇപ്പം അവർ കളിക്കാറുണ്ട്, ദേ പ്ലേ. അവർ പോകാറുണ്ട്, ദേ ഗോ. അപ്പം അവിടെയും ഡു വെർബാണ്. അതായത് ഐ, യു അല്ലെങ്കിൽ കുറേ പേരുള്ള സബ്ജക്റ്റുകൾ, അതായത് ആരെ പറ്റിയാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ്, വരുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കണം? ഡു വെർബ്. അതായത് കളിക്കാറുണ്ട്, കളിക്കുന്നു, പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഡു വെർബ് കൊടുക്കണം. മനസ്സിലായോ? അതായത് ഐ, യു, ദേ അല്ലെങ്കിൽ പ്ലൂറൽ. പ്ലൂറൽ എന്ന് വെച്ചാൽ കുറേ ഉള്ളതിനാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ അവിടെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് ഡു വെർബ് കൊടുക്കണം. എന്നാൽ സിംഗുലറായ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ, അതായത് ഹി, ഷീ പോലെ, രാജു, ലീല പോലെ, ക്യാറ്റ്, ഡോഗ് പോലെ ഒരാൾ മാത്രം സിംഗുലർ ആണെങ്കിൽ അവിടെ നമ്മൾ ഡസ് വെർബ് കൊടുക്കണം. അതായത് അവൻ കളിക്കുന്നു, അല്ലെങ്കിൽ അവൻ കളിക്കാറുണ്ട്, അല്ലെങ്കിൽ അവൻ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് ഹി പ്ലേസ്. അതായത് എസ് വെർബ് കൂട്ടുക, ഡസ് വെർബ് കൂട്ടുക. അവൻ എഴുതാറുണ്ട്, ഹി റൈറ്റ്സ്. അവൻ എഴുതുന്നുണ്ട് എന്ന് പറയാനും ഹി റൈറ്റ്സ് തന്നെയാണ്. അവൻ പോകാറുണ്ട്, ഹി ഗോസ്. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞ് ട്രിക്കുകളും ടിപ്സുകളുമുള്ള പേഴ്സണൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്കതുമായി താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ അതിനകത്ത് നമുക്ക് ധാരാളം ശൈലികൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിച്ച് എത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് അതിനകത്തുള്ളത്. അപ്പം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇനി നോക്കൂ, നമ്മളിവിടെ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അവർ പോകാറുണ്ട്, ദേ ഗോ. അവൾ പോകാറുണ്ട് എന്ന് വരുമ്പം ഷീ ഗോസ് എന്ന് വരും. അവൻ പോകാറുണ്ട് എന്ന് വരുമ്പം ഹി ഗോസ് എന്ന് വരും. ഞാൻ പോകാറുണ്ട് എന്ന് വരുമ്പം ഐ ഗോ എന്ന് പറയും. നീ പോകാറുണ്ടെന്ന് പറയുമ്പോൾ യു ഗോ എന്ന് പറയും. ഇപ്പം ഞാൻ പറയാണ് ഞാൻ എൻ്റെ പല്ല് ഇന്നും പല്ല് തേക്കാറുണ്ട് എന്ന് പറയില്ലേ. അല്ലെങ്കിൽ ഞാൻ പല്ല് തേക്കുന്നുണ്ട് എന്ന് പറയില്ലേ. രാത്രി നീ പല്ല് തേക്കോ? ഞാൻ ഇന്നും പല്ല് തേക്കാറുണ്ട് എന്ന് പറയില്ലേ. ഐ ബ്രഷ് മൈ ടീത്ത്. എൻ്റെ പല്ല്. ഐ ബ്രഷ് മൈ ടീത്ത്. അവൻ പല്ല് തേക്കാറുണ്ട്, ഹി ബ്രഷസ് ഹിസ് ടീത്ത്. അവൾ അവളുടെ പല്ല് തേക്കാറുണ്ട്, ഷീ ബ്രഷസ് ഹെർ ടീത്ത്. ഓക്കെ ആണോ? അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് നിങ്ങളത് ഉള്ളിലേക്ക് കൊണ്ടുപോവുക. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ പഠിപ്പിക്കാം. അതായത് ഇപ്പം പറയാണ് അവൻ പോകാറില്ല. അവൻ പോകാറില്ല എന്ന് പറയുമ്പോൾ പോകുന്നു എന്നുള്ളതിന് അല്ലെങ്കിൽ പോകാറുണ്ട് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞ വെർബ് ഏതാണ്? ഗോസ് ആണ്. ഡസ് പ്ലസ് ഗോയാണ് അല്ലെ. പക്ഷെ പോകാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗോസിലെ ഡസ്സിനെ ഇങ്ങ് മാറ്റും. അവിടെ പിന്നെ ഗോയേ ഉള്ളൂ. ഗോസിന് GOE
ES എന്നാണ് നമ്മൾ സ്പെല്ലിങ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഫുൾ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് നോക്കണം. ഒപ്പം തന്നെ നമ്മുടെ ധാരാളം ക്ലാസ്സുകൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ നോക്കൂ. അപ്പോൾ നോക്കൂ, അവൻ പോകാറില്ല എന്ന് പറയുമ്പം ഹീ, അപ്പോൾ ആ ഗോസിനകത്തുനിന്ന് ഡസ്സിങ് മാറ്റിയിട്ട് ഡസ് പ്ലസ് ഗോ ആയി ഇല്ലേ. അപ്പം ഹീ ഡസ് ഇല്ല എന്നുള്ളതിന് നോട്ട്, ഹീ ഡസ് നോട്ട് ഗോ. അവൾ പോകാറില്ല, ഷീ ഡസ് നോട്ട് ഗോ. എന്നാൽ ഞാൻ പോകാറില്ല എന്നാണെങ്കിലോ, അവിടെ നമ്മൾ ഗോസ് അല്ലല്ലോ ഉപയോഗിക്കുന്നത്, നമ്മൾ ഗോ അല്ലേ ഉപയോഗിക്കുന്നത്, ഡു വെർബ് അല്ലേ. അപ്പൊ ഡൂവിനെ പുറത്തെടുക്കണം. അപ്പൊ ഐ ഡു പ്ലസ് ഗോ നോട്ട് ചേർക്കണം ഇല്ലേ, ഐ ഡു നോട്ട് ഗോ. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. അവർ പോകാറില്ല, ദേ ഡു നോട്ട് ഗോ. നീ പോകാറില്ല, യു ഡു നോട്ട് ഗോ. അപ്പോൾ ആ ഡസ് വെർബുകൾ ഉപയോഗിക്കുന്നതും ഡു വെർബുകൾ ഉപയോഗിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ജനറൽ ട്രൂത്ത്സ്, അതായത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഇങ്ങനെ ജനറൽ ട്രൂത്ത്സ് പറയാനൊക്കെ നമുക്ക് ഈ ഒരു ഫോം ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ അതിവിടെ ഇപ്പം സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയാനാണ് റൈസസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഉദിക്കുന്നു, ഉദിക്കാറുണ്ട്, ഉദിക്കുന്നുണ്ട്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ അങ്ങ് വെച്ചിരുന്നാൽ ഈ ഡൂവിൻ്റെയും ഡസിൻ്റെയും ഉപയോഗം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകും. ഇനി ഒരു കാര്യം കൂടെ നോക്കൂ. അവൻ പോകാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പം ഹീ ഗോസ് എന്ന് പറഞ്ഞു. അവൻ പോകാറുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈ ഗോസിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക, ഡസ് പ്ലസ് ഗോ. അപ്പൊ എന്ത് വരും അവിടെ? ആ ഡസിനെ നമ്മൾ ആദ്യം എഴുതിയാൽ അത് ക്വസ്റ്റ്യൻ ആവും. ഡസ് ഹീ ഗോ. നോക്കൂ, ഡസിങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുണ്ട് ഹീയും ഗോയും അല്ലേ ഉള്ളൂ. ഡസ് ഹീ ഗോ, അവൻ പോകാറുണ്ടോ? ഓക്കെ ആണോ? അപ്പം അവൻ പോകാറുണ്ടോ എന്ന് ചോദിച്ച്, അതായത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ടുള്ളതല്ലാതെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആദ്യം ഓക്സിലറി വെർബാണ് എഴുതേണ്ടത്. അപ്പൊ ഡസ് ഹി ഗോ. എന്നാൽ ഞാൻ പോകാറുണ്ടോ, ഞാൻ പോകാറുണ്ടോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് നീ പോകാറുണ്ടോ എന്ന് പറയാം. നീ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ യു ഗോ അല്ലേ. നീ പോകാറുണ്ടോ എന്ന് നോക്കുമ്പോൾ ഏതെടുക്കണം? ഗോയിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡു പ്ലസ് ഗോ അല്ലേ. അപ്പൊ ആ ഡു ആദ്യം എഴുതണം. ഡു യു ഗോ? നീ പോകാറുണ്ടോ? അവൻ പല്ല് തേക്കാറുണ്ട്, ഹി ബ്രഷസ് ഹിസ് ടീത്ത്. അവന്റെ പല്ല് തേക്കാറുണ്ടോ? ഡസ് ഹി ബ്രഷ് ഹിസ് ടീത്ത്? നോക്കൂ, എന്തൊക്കെ നമുക്ക് മനസ്സിലായി. ആദ്യം നമ്മൾ പോകാറുണ്ട്, പോകുന്നുണ്ട് എന്ന് പഠിച്ചു. പിന്നെ പോകാറില്ല, പോകുന്നില്ല എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പോകുന്നുണ്ടോ, പോകാറുണ്ടോ എന്ന് പഠിച്ചു ഇല്ലേ. ഇനി നോക്കൂ, ഇനി ഒരു കാര്യം കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഡു ഡസ് വെർബ് എന്ന് പറയുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡു വെർബ് എന്ന് പറയുന്നത് നമുക്ക് ആരെടുത്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാനും കൂടി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയാണ് നീ പോകരുത് എന്ന് പറയുന്നതിന് പകരം നമുക്ക് അവിടെ പറയാം ഡോണ്ട് ഗോ. പോകരുത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യു നമ്മൾ ആദ്യം പറയേണ്ട ആവശ്യമില്ല. യു പറയാതെ ഒരു വെർബിന് മുമ്പിൽ ഡോണ്ട് ഉപയോഗിച്ചാൽ ചെയ്യരുതെന്നാണ്. ഒരു കാര്യം ചെയ്യരുത്, ഡോണ്ട് ഗോ, പോകരുത്. വരരുത് എന്ന് പറയുന്നത് ഡോണ്ട് കം, ഡോണ്ട് കം. അപ്പൊ ഡോണ്ട് എന്നുള്ളത് എവിടെ ഉപയോഗിച്ചാലും ഒരു ഓർഡർ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ അത് എടുക്കരുത്, ഡോണ്ട് ടേക്ക് ഇറ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ്. അത് ധരിക്കരുത്, ഡോണ്ട് വിയർ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഡോണ്ട് ഉപയോഗിച്ച് അതും ഡൂഡസിൻ്റെ ഒരു പ്രധാന ഉപയോഗമാണ്, മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത് ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിലാണെങ്കിലും പോകുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഡോണ്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കുക. അത് കേൾക്കരുത്, ഡോണ്ട് ഹിയർ. വരരുത്, ഡോണ്ട് കം. പോകരുത്, ഡോണ്ട് ഗോ. ശ്രദ്ധിക്കരുത്, ഡോണ്ട് ലിസൺ. ഓക്കെ, അപ്പം ഡോണ്ടിൻ്റെ പ്രയോഗം കൂടി മനസ്സിലാക്കുക. അപ്പം ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് പോകുന്നു, പോകുന്നുണ്ട്, പോകാറുണ്ട്, പോകുന്നില്ല, പോകാറില്ല, പോകുന്നുണ്ടോ, പോകാറുണ്ടോ. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞെന്താണ്? ഓർഡറാണ്, പോകരുത്, ഡോണ്ട് ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളപ്പോൾ ഇനി വേണ്ടത് ഇതിൻ്റെ എക്സർസൈസ്, ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് പ്രധാനമായിട്ടും ആ പ്രാക്ടീസിനകത്ത് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവർ സ്കൂളിൽ പോകുന്നുണ്ട്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവൾ സ്കൂളിൽ പോകുന്നില്ല. അവൾ സ്കൂളിൽ പോകുന്നില്ല. ഒരു വെർബ് തന്നെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അടുത്തത്, അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഉറങ്ങുന്നു. ഓക്കെ. ഒക്കെ നമ്മളിപ്പോൾ നീ എന്ത് ചെയ്യുക, ഞാൻ ഉറങ്ങുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നീ പഠിക്കുന്നു. പിന്നെ വരരുത്. ഓക്കെ. എടുക്കരുത്, തുപ്പരുത്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സുകൾ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയുള്ള ക്ലാസ്സുകളും അതുപോലെ ഇപ്പോഴുള്ള ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളും കറക്റ്റായിട്ട് കാണുക. Day 4 വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അതിൻ്റെ തുടർച്ചയായി നമുക്ക് Day 5ലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദൈനംദിനമായി പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത്, ഇതിന് തൊട്ട് മുമ്പ് ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞു പോയിട്ടുള്ള മുമ്പുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ അന്നുള്ള കാര്യം പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയതും ഇനി വരുന്നതുമായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഏകദേശം സംഭാഷണങ്ങൾ ഓക്കെ ആവും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇത് 3-4 ക്ലാസ്സുകൾ കഴിഞ്ഞാലുടൻ നമുക്ക് സംഭാഷണങ്ങളുടെ പ്രാക്ടീസ് സെഷൻ കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതും ഈ ഒരു 15 days ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രാക്ടീസുകൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് അവൻ സ്കൂളിൽ പോയി അല്ലെങ്കിൽ അവൾ അമ്മയെ സഹായിച്ചു, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നൊക്കെ പറയില്ലേ. അതായത് മുമ്പ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവൻ പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇന്ന് പറയുന്നത് ഞാൻ പഠിച്ചു, അവൻ പഠിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഡു ഡസ് ഫോമിന് പകരമായിട്ട് ഡിഡ് ഫോം ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയാണ് അവൻ ഇംഗ്ലീഷ് പഠിച്ചു, അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നത് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്നാണ്. എന്നാൽ ഈ സ്റ്റഡി വെർബിനോടൊപ്പം ഡസ് ചേർത്തപ്പോഴാണല്ലോ സ്റ്റഡീസ് ആയത്. എന്നാൽ ഇവിടെ നമ്മൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയുമ്പം സ്റ്റഡി എന്ന വെർബിനോടൊപ്പം ഡിഡ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം അവൻ എന്നുള്ളതിൻ്റെ വാക്ക് എഴുതുക ഹി, പിന്നെ പഠിച്ചു എന്നതിൻ്റെ സ്റ്റഡിയുടെ കൂടെ ഡിഡ് ചേർക്കുമ്പോൾ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ പഠിച്ചു ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതേണ്ടത്. അതായത് ആര് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും തൊട്ടടുത്ത് എഴുതേണ്ടത് അവർ ചെയ്ത പ്രവൃത്തിയെ പറ്റിയാണ്. മനസ്സിലായോ? ഇപ്പം പ്രിൻസിപ്പൽ കുട്ടിയെ അടിച്ചു എന്ന് പറയുമ്പം പ്രിൻസിപ്പൽ അടിച്ചു കുട്ടിയെ എന്ന രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അവൻ ക്രിക്കറ്റ് കളിച്ചു എന്ന് പറയുമ്പം അവൻ കളിച്ചു ക്രിക്കറ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഒരാൾ ആരാണോ ആ കാര്യം ചെയ്തത് അവരോടൊപ്പം അവർ ചെയ്ത പ്രവൃത്തിയാണ് എഴുതേണ്ടത്. അതാണ് ഇംഗ്ലീഷിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മലയാളത്തിന്റെ രീതി അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ അവൻ ഇംഗ്ലീഷ് പഠിച്ചു, ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൾ അമ്മയെ സഹായിച്ചു, ഷീ ഹെൽപ്ഡ് മദർ. കണ്ടോ? അപ്പൊ ഈ ഡിഡ് വെർബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഡൂവിന്റെ അടിസ്ഥാന വെർബാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് ഒന്ന് കണ്ടിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ ആ എക്സസൈസ് കൂടെ ചെയ്ത് ഇത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഡിഡ് വെർബാണ് യൂസ് ചെയ്തത്. ആ സ്റ്റഡി എന്നതിൻ്റെ സ്റ്റഡീഡ് എന്നാണല്ലോ പോകുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഹെൽപ്പ് പറയുമ്പം ഹെൽപ്പ് രണ്ടാമത്തെ ഫോം ഡിഡ് ഫോം ഹെൽപ്ഡ്, തേർഡ് ഫോം എന്ന് പറയുന്നതും ഹെൽപ്ഡ് ആണ്. എന്നാൽ ഗോ പറയുമ്പോൾ പോയി എന്നുള്ളതിൻ്റെ ഡിഡ് വെർബ് വരുന്നത് വെന്റ് ആണ്. ഗോ വെന്റ് ഗോൺ ആണ്.
കം വരുമ്പം കം, കെയിം, കം എന്നാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിയാത്തവരതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതുകൂടെ നിങ്ങൾക്ക് അവിടെ ഞാൻ അതിൻ്റെ കറക്റ്റ് റിപ്ലൈ ഞാൻ തരാം. അതിൻ്റെ ലിങ്ക് കൂടി ഞാനവിടെ തരാം. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിലും ഒപ്പം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പം അവൻ ഇംഗ്ലീഷ് പഠിച്ചു, നമ്മൾ ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് പറഞ്ഞു. എന്നാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത സെൻറ്റൻസ് ഉണ്ടാക്കാം. അവൻ ഇംഗ്ലീഷ് പഠിച്ചില്ല, അവൻ ഇംഗ്ലീഷ് പഠിച്ചില്ല എന്ന് പറയുമ്പം ഹി ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പം ഈ ഡിഡ് എന്ന് പറയുന്ന സ്റ്റഡീഡിൽ നിന്നും ഡിഡിങ് എടുക്കുക, അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ഡിഡ് ഇല്ലാത്ത വെർബ് സ്റ്റഡി എഴുതുക. ഹി ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ആ ഒരു പേസ് എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ മറക്കാതെ നോക്കണം. ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ഇതിൻ്റെ ഓരോ കാര്യവും നിങ്ങളെ കൊണ്ട് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കറക്റ്റായിട്ട് പറഞ്ഞാണ് പോകുന്നത്. അത് ഓൺലൈനിലാണ്. അപ്പോൾ അത് ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കൂ, അപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചു, ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചില്ല, ഹി ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. എന്നാൽ അവിടെ നമ്മൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷിനെ അവൻ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്തായി മാറും എന്നറിയോ? ഈ സ്റ്റഡീഡിൽ നിന്നുള്ള ഡിഡിനെ നമ്മൾ ആദ്യം എഴുതുന്നു. അപ്പോൾ പിന്നെ അവിടെ സ്റ്റഡിയേ ഉള്ളൂ എന്ന് ഓർക്കുക. ഡിഡ് ആദ്യം എഴുതി കഴിയുമ്പോൾ എന്ത് വരും? ഡിഡ് ഹി സ്റ്റഡി ഇംഗ്ലീഷ്, ഡിഡ് ഹി സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് വരും ഇല്ലേ? അപ്പോൾ അവിടെ ഡിഡ് ഹി സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തൊരു കാര്യം പറയാം. ഇംഗ്ലീഷ് പഠിച്ചോ എന്നുള്ളിടത്ത് അവൻ എന്ത് പഠിച്ചു എന്ന് ചോദിക്കാൻ നമുക്ക് അവിടെ ഒരു വാട്ട് ആഡ് ചെയ്താൽ മതി. വാട്ട് ഡിഡ് ഹി സ്റ്റഡി. ഇംഗ്ലീഷ് കളയുമല്ലോ, അപ്പം നമ്മൾ ഇംഗ്ലീഷ് പിന്നെ പറയത്തില്ലല്ലോ. അപ്പോൾ വാട്ട് ഡിഡ് ഹി സ്റ്റഡി, അവൻ എന്താണ് പഠിച്ചത്. അപ്പം ആദ്യം പറഞ്ഞു അവൻ ഇംഗ്ലീഷ് പഠിച്ചു, ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചില്ല, ഹി ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചോ, ഡിഡ് ഹി സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ എന്താണ് പഠിച്ചത്, വാട്ട് ഡിഡ് ഹി സ്റ്റഡി. അപ്പൊ ഈ സ്റ്റഡി എന്നുള്ള വെർബ് വെച്ച് പറയുന്നത് നമുക്ക് ആ വെർബുകളെ മാറ്റാം. അതുപോലെ ഹീയെ മാറ്റിയിട്ട് സബ്ജക്റ്റിനെ മാറ്റാം. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഈ ഡിഡ് വെർബ് വരുമ്പോൾ ഒരു ഗുണം ഏത് സബ്ജക്റ്റ് വന്നാലും അത് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞ പോലെ ഡു വരും, ഡെസ് വരും, അങ്ങനെ മാറ്റൊന്നും വേണ്ട. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ല, ഐ ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കാം, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചോ, ഡിഡ് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ലേ എന്നതുകൂടെ നമുക്ക് ഡിഡ് നോട്ട് ചേർത്ത് പറയാം. ഡിഡിൻറ്റ് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ലേ. നീ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് പഠിച്ചത്. വാട്ട് ഡിഡ് ഐ സ്റ്റഡി, വാട്ട് ഡിഡ് ഐ സ്റ്റഡി. കണ്ടോ? ഇനി അവൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് നമ്മൾ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നും പറഞ്ഞു. ഇനി നീ ഇംഗ്ലീഷ് പഠിച്ചു, അവിടെ ശ്രദ്ധിച്ചോണം, പഠിച്ചു എന്ന് തന്നെയാണ്. നീ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയുമ്പം യു സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചു. നീ ഇംഗ്ലീഷ് പഠിച്ചില്ല എന്നാണെങ്കിലോ, യു ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചില്ല. നീ ഇംഗ്ലീഷ് പഠിച്ചോ, ആ ഡിഡ് ആദ്യം എഴുതൂ. ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചില്ലേ, ഡിഡിൻറ്റ് യു സ്റ്റഡി ഇംഗ്ലീഷ്. നീ എന്താണ് പഠിച്ചത്, വാട്ട് ഡിഡ് യു സ്റ്റഡി. അപ്പം ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചതെന്ന് പറയും, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയും. മനസ്സിലായോ? അപ്പം ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിഡ് വെർബ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയത്. അതായത് ഇപ്പൊ നമ്മൾ അവൻ സ്കൂളിൽ പോയി എന്ന് പറയുമ്പം ഗോയുടെ കൂടെ ഡിഡ് ചേർത്ത് ഗുഡ് എന്നല്ല, അവിടെ വെന്റ് എന്നാണ്. അവൻ സ്കൂളിൽ പോയി, ഹി വെന്റ് ടു സ്കൂൾ. ഹി വെന്റ് ടു സ്കൂൾ. സ്കൂളിലേക്ക് എന്ന് വരുമ്പോൾ നമ്മൾ ടു സ്കൂൾ വേണം കേട്ടോ. ഹി വെന്റ് ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോയി. അവൻ സ്കൂളിൽ പോയില്ല. അവൻ സ്കൂളിൽ പോയില്ല എന്ന് വരുമ്പം വെന്റിനകത്ത് നിന്ന് ഡിഡിങ് എടുക്കും. ഡിഡിങ് എടുക്കുമ്പോൾ അവിടെ എന്താ പിന്നുള്ളത്? വെന്റിൽ നിന്ന് ഡിഡ് മാറ്റുമ്പോൾ ഗോയുടെ കൂടെ ഡിഡ് ആഡ് ചെയ്തല്ലേ നമ്മൾ വെന്റ് എഴുതുന്നത്. അപ്പോൾ ഡിഡ് വെന്റിൽ നിന്ന് മാറ്റുമ്പോൾ അവിടെ എന്തുള്ളൂ ബാക്കി? ഡിഡ് പ്ലസ് ഗോയാണ്. അപ്പം ഹി ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയില്ല. അവൻ സ്കൂളിൽ പോയോ?
ഡിഡ് ഹി ഗോ ടു സ്കൂൾ? ഡിഡ് ഹി ഗോ ടു സ്കൂൾ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഡിഡ് ഹി ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോയില്ലേ? ഡിഡിൻറ്റ് ഹി ഗോ ടു സ്കൂൾ? അവൻ എവിടെ പോയി? എവിടെ എന്നുള്ളതിന് എന്താണ്? വെയർ ആണ്. അപ്പൊ വാട്ട്, വിച്ച്, വെയർ, വെൻ, ഹൂ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ വാക്കുകൾ കൂടെ മനസ്സിലാക്കുക. വെയർ ഡിഡ് ഹി ഗോ? അവൻ എവിടെ പോയി? അപ്പോൾ ഈ ഒരു രീതി മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്ലാസ്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പാകത്തിൽ ഞാൻ ഈ 15 ദിവസം കൊണ്ട് നിങ്ങളെ എത്തിച്ചിരിക്കും. സോ നിങ്ങൾ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് എക്സർസൈസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൾ അവളുടെ അച്ഛനെ സഹായിച്ചു. സഹായിക്കുക എന്നുള്ളത് ഹെൽപ്പാണ് കേട്ടോ. സഹായിച്ചു എന്ന് പറയുമ്പോൾ ഹെൽപ്ഡ് വരും. അവൾ അവളുടെ അച്ഛനെ സഹായിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ല. തേർഡ് ക്വസ്റ്റ്യൻ, നീ ഇംഗ്ലീഷ് പഠിച്ചോ? ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൻ സ്കൂളിൽ വന്നില്ല. വരിക എന്ന് പറയുന്നത് കമ്മാണ് കേട്ടോ. വന്നു എന്ന് പറയുമ്പോൾ കെയിമാണ്. അവൻ സ്കൂളിൽ വന്നില്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവൻ ഭക്ഷണം കഴിച്ചില്ല. അവിടെ ഹാവ് എന്നുള്ള വെർബും ഈറ്റ് എന്നുള്ള വെർബും യൂസ് ചെയ്യാം. ഈറ്റിന് ഏറ്റ് പറയാം, ഹാവിന് ഹാഡ് എന്ന് പറയാം. അതായത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് നമുക്ക് ഹാവ് എന്നും ഈറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസുകളായിട്ട് എഴുതുക. നിങ്ങൾക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാനിവിടെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും ഇനി വരുന്ന ക്ലാസ്സുകളും ഇനി മുമ്പുള്ള ക്ലാസ്സുകളും കാണുക. ഇനി നമുക്ക് ഡേ 6-ൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ വെച്ച് ഒരു കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്താലോ? അത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. ഇപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ 2 പേര് പരസ്പരം ഇംഗ്ലീഷ് സംസാരിക്കുന്ന വിചാരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് SC. ഇപ്പോൾ ഫസ്റ്റ് ഒരാൾ തൻ്റെ അടുത്തുള്ള ആളോട് ചോദിക്കുകയാണ്, ഹൗ ആർ യു? അത് നമ്മൾ പഠിച്ചില്ല അല്ലേ, പക്ഷെ നമുക്കൊക്കെ അറിയാം അല്ലേ. അതുകൊണ്ടാണ്, നിനക്ക് സുഖമല്ലേ, എന്തുണ്ട് വിശേഷം എന്നുള്ള അർത്ഥത്തിലാണ് ഹൗ ആർ യു. ആ ഹൗ ആർ യു എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് 1-2 പുതിയ കാര്യങ്ങളൂടെ പഠിക്കാം. അതായത് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം എന്തുണ്ട് വിശേഷം എന്നുള്ളതിന് വാട്ട്സ് ഗോയിങ് ഓൺ, വാട്ട്സ് ഗോയിങ് ഓൺ, വാട്ട്സ് അപ്പ്, വാട്ട്സ് അപ്പ്, വാട്ട്സ് ഗോയിങ് ഓൺ ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിന് പുതിയ 2 കാര്യങ്ങൾ പഠിച്ചല്ലോ. ഹൗ ആർ യു, വാട്ട്സ് ഗോയിങ് ഓൺ, വാട്ട്സ്ആപ്പ്. അപ്പം കൂടെയുള്ള ആൾ പറയണ ഐ എം ഹാപ്പി അല്ലെങ്കിൽ ഐ എം വെൽ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എനിക്ക് സുഖമാണ്, ഞാൻ സന്തോഷത്തിലാണ് എന്നൊക്കെ പറയാനായിട്ട് ഐ ആം വെൽ അല്ലെങ്കിൽ ഐ ആം ഹാപ്പി. ഓക്കെ, അപ്പോൾ കൂടെയുള്ള ആൾ ചോദിക്കുകയാണ്, നീ രാവിലെ കോഫി കുടിക്കാറുണ്ടോ? നീ രാവിലെ കോഫി അല്ലെങ്കിൽ ചായ കുടിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കും അത്? നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഡു യു ഹാവ് എ കപ്പ് ഓഫ് കോഫി എവറി ഡേ? നമ്മൾ ഡു യു പഠിച്ച ഓർമ്മയുണ്ടോ? കുടിക്കാറുണ്ടോ, കുടിക്കുന്നുണ്ടോ, കുടിക്കുന്നോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എ കപ്പ് ഓഫ് കോഫി എവറി ഡേ. എല്ലാ ദിവസവും ഉള്ള ദൈനംദിന കാര്യങ്ങൾ പറയുന്നതിനാണ് നമ്മളിത് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ പറയാണ്, അതെ ഞാൻ കോഫി കുടിക്കാറുണ്ട് എന്നെങ്ങനെ പറയും? യെസ്, ഐ ഹാവ് എ കപ്പ് ഓഫ് കോഫി എവറി ഡേ. ഐ ഹാവ് എ കപ്പ് ഓഫ് കോഫി എവറി ഡേ. അതില്ലെന്നാണെങ്കിലോ? നോ, ഐ ഡോണ്ട് ഹാവ് എ കപ്പ് ഓഫ് കോഫി. മനസ്സിലായോ? അപ്പം ഈ ഒരു എവറിഡേ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾ മാറ്റി നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഹൗ ആർ യു ചോദിച്ചപ്പോൾ ഐ ആം വെല്ലും ഐ ആം ഹാപ്പി എന്നും ഒക്കെ പറയാം. ഓക്കെ, അപ്പോൾ അവിടെ അതിനോടൊപ്പം നമ്മളിപ്പം എവറിഡേയിൽ ചോദിക്കുന്ന ഡു യു ഹാവ് എ കപ്പ് ഓഫ് കോഫി? നീ കോഫി കുടിക്കാറുണ്ടോ? യെസ്, ഐ ഹാവ് എ കപ്പ് ഓഫ് കോഫി. അപ്പോൾ ചോദിക്കുകയാണ്, നിൻ്റെ മകൻ കോഫി കുടിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഇപ്പോൾ ഡു യു ഹാവ് ആണ് കോഫി കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്, നിനക്ക്, നീ എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ മകനാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഡസ് യുവർ സൺ ഹാവ് എ കപ്പ് ഓഫ് കോഫി? ഡസ് യുവർ സൺ ഹാവ് എ കപ്പ് ഓഫ് കോഫി എവറി ഡേ? ഇപ്പോൾ പറയാണ്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാറുണ്ട് എന്നാണെങ്കിൽ യെസ്, മൈ സൺ ഹാസ് എ കപ്പ് ഓഫ് കോഫി എവറി ഡേ, ഇല്ലെങ്കിൽ ഇൻ ദ മോർണിംഗ്.
രാവിലെ കുടിക്കാറുണ്ട് അല്ലെങ്കിൽ എന്നും കുടിക്കാറുണ്ട്. ഇല്ലെന്നാണെങ്കിൽ നോ, മൈ സൺ ഡസ് നോട്ട് ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഇപ്പം ഹാവിൻ്റെ കൂടെ ഡസ് ആഡ് ചെയ്യുമ്പോഴാണ് ഹാസ് വരുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. ഇപ്പം നമ്മൾ മുമ്പേ ഡു യു ഹാവ് എ കപ്പ് ഓഫ് കോഫി എന്ന് ചോദിക്കാൻ കാരണം ഹാവ് എന്നുള്ളത് യുവിനോട് കൂടെ വരും. ഒപ്പം തന്നെ ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏത് വെർബിനോടും ഡു ആഡ് ചെയ്യുമ്പം അതെന്തായി മാറും? ആ വെർബ് തന്നെയാവും, ഒരു വ്യത്യാസമില്ല. ആ സമയത്ത് ഡസ് ആഡ് ചെയ്യുമ്പം അവിടെ എസ് ഓർ ഇ എസ് വന്നിട്ട് എന്താ ഡസ് വെർബായി മാറും. ഇവിടെ ഹാവിനോടൊപ്പം ഡസ് ചേർക്കുമ്പം ഹാസ് ആയി മാറും. ആ നിയമങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു ഡു യു ഹാവ് എ കപ്പ് ഓഫ് കോഫി പറഞ്ഞു. അവിടെ നമ്മൾ എന്നും ചെയ്യുന്ന എവറിഡേ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്, ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് പറഞ്ഞു. ഇനി ചോദിക്കാണ്, നീ ഇന്നലെ കോഫി കുടിച്ചായിരുന്നോ? അപ്പോൾ അവിടെ എന്താ വരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. എസ്റ്റർഡേ ആണ്, ഇന്നലെ നിങ്ങൾ കളയുക. നീ കോഫി കുടിച്ചായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു ഡസ് മാറിയിട്ട് അവിടെ എന്താ വേണം? ഡിഡ്. ഓക്കെ, ഡിഡ് യു ഹാവ് എ കപ്പ് ഓഫ് കോഫി? നീ ഇന്നലെ എസ്റ്റർഡേ ലാസ്റ്റ് ആഡ് ചെയ്യുക. ഇന്നലെ നീ കോഫി കുടിച്ചായിരുന്നോ? മനസ്സിലായോ? പെട്ടെന്നല്ലേ അത് നിങ്ങൾക്ക് പിടികിട്ടിയോ? ആ ഒരു ട്രിക്ക് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്കുകൾ എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലുണ്ട്. അപ്പോൾ അതിനായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടവർ അത് വളരെ ക്രമമായി 1 മണിക്കൂർ വീതമുള്ള വളരെ വ്യക്തമായ വീഡിയോസും ലൈവ് ക്ലാസ്സസും ഒക്കെയാണ്. അപ്പം നിങ്ങൾ അത് കോണ്ടാക്ട് ചെയ്യേണ്ടവർ നമ്പറിൽ എന്നോട്ട് വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കൂ, ഇന്നലെ നീ കോഫി കുടിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഡിഡ് യു ഹാവ് എ കപ്പ് ഓഫ് കോഫി? നമ്മൾ ആ ഡൂൺ ഡസും മാറിയിട്ട് അവിടെ ഡിഡായി. അപ്പം ഞാൻ കുടിച്ചായിരുന്നു. യെസ്, ഐ ഹാഡ് എ കപ്പ് ഓഫ് കോഫി. ഞാൻ കോഫി കുടിച്ചായിരുന്നു. അപ്പം നിൻ്റെ മകൻ കോഫി കുടിച്ചായിരുന്നു എന്നാണെങ്കിലോ? ഡിഡ് യുവർ സൺ ഹാവ് എ കപ്പ് ഓഫ് കോഫി? യെസ്, മൈ സൺ ഹാഡ് എ കപ്പ് ഓഫ് കോഫി യെസ്റ്റർഡേ. പിടികിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് ഇങ്ങനെയാണ് നമ്മൾ ഡു ഡസ് ഡിഡിൻ്റെ ഒക്കെ പ്രയോഗങ്ങൾ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ അത് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ചോദിക്കാണ്, നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? ഇംഗ്ലീഷ് പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ സ്റ്റഡി ഇംഗ്ലീഷാണ്. നീ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴോ ഞാൻ ഈ ഒരു ആൻസേഴ്സ് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റുന്നുണ്ടോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? യെസ്, എന്താ നമ്മൾ പറഞ്ഞത്? നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? അപ്പോൾ പറയാണ്, അതെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. എങ്ങനെ പറയും? യെസ്, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോൾ ചോദിക്കുകയാണ്, നീ ഇംഗ്ലീഷ് പഠിക്കാറില്ലേ? അപ്പോൾ ഈ ഡു എന്നുള്ളത് എന്തായി മാറണം? ഡോണ്ടായി മാറണം. ഡോണ്ട് യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് പഠിക്കാറില്ലേ? അപ്പോൾ വീണ്ടും പറയാണ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറില്ല. നോ, ഐ ഡോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ് ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഇംഗ്ലീഷ്. അതാണ് കാര്യം. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറില്ല. കാരണം എന്താ പറഞ്ഞേ? ഐ ഡോണ്ട് ലൈക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ബട്ട് ഇംഗ്ലീഷ് ഈസ് എ വെരി സൂപ്പർ ലാംഗ്വേജ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് മലയാളം പോലെ ടഫസ്റ്റ് ആയ ഒരു ലാംഗ്വേജ്. ഇത്ര നന്നായി വർത്താനം പറയാൻ അറിയാവുന്ന നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു പാടുമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ലൈക്ക് ചെയ്ത് മാക്സിമം നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ അവിടെ, അതായത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഏത് രീതിയിലുള്ള ഡൗട്ടുകളാണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ ഞാനൊരു അവസരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇല്ല ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, രണ്ടും പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വീണ്ടും ചോദിക്കുകയാണ്, ഇന്നലെ നീ ഇംഗ്ലീഷ് പഠിച്ചോ? നീ ഇംഗ്ലീഷ് പഠിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വരും? ഡിഡ് വരും ഇല്ലേ? ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് പഠിച്ചായിരുന്നോ? യെസ്, ഞാൻ പഠിച്ചായിരുന്നു. യെസ്, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. നോ, ഐ ഡിഡ്ന്റ് സ്റ്റഡി ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരുന്നില്ല. അപ്പോൾ അവിടെ എത്ര പെട്ടെന്നാണ് അത് കിട്ടുന്നത് നോക്കൂ. ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ് യെസ്റ്റർഡേ? നോ, ഐ ഡിഡ്ന്റ് സ്റ്റഡി ഇംഗ്ലീഷ് യെസ്റ്റർഡേ.
യെസ്, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഇനി നീ ഇന്നലെ എന്താണ് പഠിച്ചത് എന്നാണെങ്കിലോ, വാട്ട് ഡിഡ് യു സ്റ്റഡി യെസ്റ്റർഡേ. ആ ഡിഡ് യു സ്റ്റഡിയുടെ മുമ്പിൽ വോട്ട് ചേർക്കുക. വാട്ട് ഡിഡ് യു സ്റ്റഡി യെസ്റ്റർഡേ, നീ എന്താണ് ഇന്നലെ പഠിച്ചത്. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ നമ്മൾ സംസാരിക്കാൻ ഒരു തുടക്കം, ഇതിന് കൂടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമോ. ഇപ്പം നമ്മൾ കഴിയുമോ എന്നൊക്കെ നമ്മൾ ഡേ 2 ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെ വരും? ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമെന്ന് വരുമ്പം യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വരും. കഴിയുമോ എന്നാണെങ്കിലോ, ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ക്യാൻ യു സ്റ്റഡി ഇംഗ്ലീഷ്. എന്നാൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാം എന്നാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? പഠിക്കാം എന്നുള്ളതിന് ഷോളാണ്. യെസ്, ഐ ഷോൾ സ്റ്റഡി ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാം. എന്നാൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണെങ്കിലോ, യെസ്, ഐ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിവിധ ശൈലികളിലുള്ള കാര്യങ്ങളെ ഒന്നിച്ച് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോൺവെർസേഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെയും റുട്ടീൻ ദിനചര്യയെ പറ്റി ഒന്ന് പറയാമോ? ക്യാൻ യു സ്പീക്ക് സംതിങ് അബൌട്ട് യുവർ റുട്ടീൻ ഓർ ദ റുട്ടീൻ ഓഫ് യുവർ ഫാമിലി. ഇപ്പോൾ പറയാണ്, നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കുമ്പം നിങ്ങൾ തന്നെ അതിന് ഉത്തരങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പം നിങ്ങൾ പറയാണ്, ഞാൻ രാവിലെ 5 മണിക്ക് ഉണരുന്നു. എങ്ങനെ പറയും? ഉണരുക എന്നുള്ളതിന് വേക്കപ്പാണ്. ഐ വേക്കപ്പ് അറ്റ് 5 AM എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ 5 മണിക്ക് ഉണരുന്നു, അല്ലെങ്കിൽ 5 മണിക്ക് ഞാൻ ഉണരാറുണ്ട്. മനസ്സിലായോ? ഇനി ഞാൻ 5:30 എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ 5:30 എഴുന്നേൽക്കാറുണ്ട്. ഐ ഗെറ്റപ്പ് അറ്റ്, വേക്കപ്പും ഗെറ്റപ്പും മനസ്സിലാക്കുക. വേക്കപ്പ് ആകുമ്പോൾ ഉണരുകയാണ്, ഗെറ്റപ്പ് ആകുമ്പോൾ എഴുന്നേൽക്കാണ്. ഐ ഗെറ്റപ്പ് അറ്റ് എത്ര മണിക്കാണ്? 5:30 AM എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എത്ര മണിക്ക് എണീക്കും? 5:30ക്ക് എണീക്കും. എന്നിട്ട് പറയണേ, പിന്നെ ഞാൻ എൻ്റെ ബെഡ് വൃത്തിയാക്കും. ദെൻ ഐ മേക്ക് മൈ ബെഡ്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബെഡ് വൃത്തിയാക്കും. പിന്നെന്താ ചെയ്യുന്നേ? ദെൻ വാട്ട് ഡു യു ഡു? എന്താ നീ ചെയ്യുന്ന? എന്തായിരിക്കും? ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട്. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത്. പിന്നെയോ? ദെൻ ഐ ഗോ ടു പ്രയർ. പ്രയറിന് വേണ്ടി ഞാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ആ പ്രയറിന് വേണ്ടി പോകുന്നു. ദെൻ ആഫ്റ്റർ മൈ പ്രയർ ഐ ഗോ ടു കുക്ക് ദ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ പ്രിപ്പയർ ദ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്, നമ്മൾ ലേഡീസ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ കിച്ചണിലേക്ക് പോകുന്നു. അത്രയും പറഞ്ഞു. അന്നേരം ചോദിക്കുകയാണ്, ക്യാൻ യു സേ അബൌട്ട് യുവർ ഫാമിലി. നിൻ്റെ ഫാമിലിയിലുള്ള മറ്റുള്ളവരുണ്ടല്ലോ, അവരെന്താ എങ്ങനെയാണെന്നൊന്ന് പറയുമോ? അപ്പോൾ പറയാണ്, എൻ്റെ മകൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. പറയൂ, നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. മൈ സൺ വേക്സ് അപ്പ് അറ്റ് 6 AM. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പം വേക്കപ്പാണ് പറഞ്ഞത്, എന്നാൽ എൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞപ്പം വേക്സ് ആണ് പറഞ്ഞത്, വേക്സ് അപ്പ്. മൈ സൺ വേക്സ് അപ്പ് അറ്റ് 6 AM. എന്നാൽ 6:30 ആകുമ്പോൾ അവൻ എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 6:30 AM. അപ്പം എഴുന്നേൽക്കുന്നത് 6 മണിക്കാണ്, ഉണരുന്നത് 6 മണിക്കാണ്, എഴുന്നേൽക്കുന്നത് 6:30-ക്കാണ്. പിന്നെയോ? എന്നിട്ട് പറയാണ്, പക്ഷേ ഇന്നലെ അവൻ 7 മണിക്കാണ് എഴുന്നേറ്റത്. അപ്പോൾ എങ്ങനെ പറയും? ഒന്ന് പറയൂ. ബട്ട് ഹി ഗെറ്റ്സ് എന്താവണം? ഹി ഗോട്ട് അപ്പ് അറ്റ് 6 AM യെസ്റ്റർഡേ. ഇന്നലെ അവൻ എഴുന്നേറ്റത് 7 മണിക്കാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ എന്താണ്, സണ്ണിൻ്റെയും എൻ്റെയും പറയുന്ന വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കൂ. എന്നിട്ട് പറയാണ്, അവൻ പിന്നെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നു, ദെൻ ഹി ബ്രഷസ്, പിന്നെ കുളിക്കുന്നു, ദെൻ ഹി ബാറ്റ്സ്, പിന്നെ അവൻ പ്രേയറിന് പോകുന്നു, ദെൻ ഹി ഗോസ് ടു പ്രേയർ. ഓക്കെ, എന്നിട്ട് പറയാണ്, അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഹി പ്ലേസ് ക്രിക്കറ്റ് എവ്രി ഡേ. ഞാൻ ഈ പറയുന്ന മലയാളത്തിനനുസരിച്ച് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് പറയാം. എവ്രി ഡേ ഹി പ്ലേസ് ക്രിക്കറ്റ്, അല്ലേ? ഇനി
ചോദിക്കുകയാണ്, നീ എല്ലാ ദിവസവും പ്രേയറിന് പോകാറുണ്ടോ? ഡു യു ഗോ ടു പ്രെയർ എവറി ഡേ? നീ പ്രേയറിന് എല്ലാ ദിവസവും പോവാറുണ്ടോ? അപ്പോൾ പറയാം, ഞാൻ എല്ലാ ദിവസവും പോവാറുണ്ട്. യെസ്, ഐ ഗോ ടു പ്രെയർ എവറി ഡേ. അന്നേരം ചോദിക്കുകയാണ്, ഇന്നലെ നീ പ്രേയറിന് പോയായിരുന്നോ? ഡിഡ് യു ഗോ ടു പ്രെയർ യെസ്റ്റർഡേ? ഇന്നലെ നീ പ്രേയറിന് പോയായിരുന്നു. യെസ്, ഞാൻ പ്രേയറിന് പോയിരുന്നു. എങ്ങനെ പറയും? യെസ്, ഐ വെന്റ് ടു പ്രെയർ യെസ്റ്റർഡേ. ഇന്നലെ പോയില്ലെന്നാണെങ്കിലോ? നോ, ഐ ഡിഡ് നോട്ട് ഗോ ടു പ്രെയർ യെസ്റ്റർഡേ. നോക്കൂ, ആദ്യം നമ്മൾ യെസ് പറഞ്ഞപ്പം ഡിഡും ഗോയും കൂടെ ഒന്ന് ചേർത്ത് വെന്റ് പറഞ്ഞു. പക്ഷേ നോട്ട് ആഡ് ചെയ്യേണ്ടപ്പം ഡിഡും ഗോയും കൂടെ വ്യത്യാസപ്പെടുത്തി അവിടെ നോട്ട് ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് പറയാണ്, എന്നിട്ട് ഞാൻ പറയാണ്, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വി പ്രേ ടുഗദർ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പിന്നെ നമ്മുടെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാനായി പോകും. ദെൻ മൈ ചിൽഡ്രൻ സ്റ്റഡി ദെയർ ലെസൺസ്. കുട്ടികളല്ലേ, ചിൽഡ്രൻ അല്ലേ, ചിൽഡ്രൻ ആയപ്പോൾ അവിടെ എന്ത് വന്നു? സ്റ്റഡി ദെയർ ലെസൺസ്. ഓക്കെ, എന്നിട്ട് ഞാനപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ സഹായിക്കാറുണ്ട്. മൈ ഹസ്ബൻഡ് ഹെൽപ്സ് മീ എ ലോട്ട്. നന്നായി സഹായിക്കാറുണ്ട്. മൈ ഹസ്ബൻഡ് ഹെൽപ്സ് മീ എ ലോട്ട്. ഇന്നലെയും അദ്ദേഹം എന്നെ സഹായിച്ചു. യെസ്റ്റർഡേ ഓൾസോ. ഇന്നലെയും യെസ്റ്റർഡേ ഓൾസോ ഹി ഹെൽപ് ടു മീ ടു കുക്ക് ഫുഡ്. ഭക്ഷണം പാകം ചെയ്യാൻ അദ്ദേഹം എന്നെ സഹായിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം പിന്നെ നമുക്ക് ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ ആരോടെങ്കിലും സംസാരിക്കുമ്പം, നിനക്ക് എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് മീ? അപ്പോൾ അയാൾ പറയണം, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാം. യെസ്, ഐ ഷാൾ സ്പീക്ക് ഇംഗ്ലീഷ്. സംസാരിക്കാം. നിനക്കെന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ ടു സ്പീക്ക്? സംസാരിക്കാൻ സഹായിക്കാമോ? അപ്പോൾ പറയാണ്, അതെ, എനിക്ക് സംസാരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്, എന്നാലേ ശരിയായി. യെസ്, ഐ വിൽ സ്പീക്ക്. ഞാൻ സംസാരിക്കും. എന്താണ്? ബിക്കോസ് ഐ ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചത് ഡു ഡസ് ഫോമിൻ്റെ യൂസ് പഠിച്ചു, ഡിഡിൻ്റെ പഠിച്ചു, വിൽ, ഷോൾ, ക്യാൻ, ഇതെല്ലാം ഇപ്പോൾ പഠിച്ചു. അപ്പം ഇനി നിങ്ങൾ വേണ്ടത്, നിങ്ങൾ സ്വയം സംസാരിച്ച് നോക്കുക. എന്നിട്ടും ഇന്നത്തെ നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഡു യു ഹാവ് ആൻ ഐഡിയ അബൌട്ട് യുവർ എവറി ഡേ ലൈഫ്? അപ്പോൾ എന്ത് എഴുതുക? റൈറ്റ് 10 sentences ഓൺ യുവർ റൊട്ടീൻ ഓഫ് യുവർ എവറി ഡേ ആക്ടിവിറ്റീസ്. അപ്പോൾ 10 sentences എഴുതി നിങ്ങൾ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക, കമൻറ്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക, മറന്നു പോകാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ഒപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ പേഴ്സണൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനെ പറ്റി അറിയേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത, മറ്റ് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാതെ തന്നെ സംഭാഷണത്തിൽ എപ്പോഴും നാം മനസ്സിലാക്കി വെക്കേണ്ടുന്ന വൊക്കാബുലറി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ്സി. ഇപ്പം ചില പദങ്ങളുണ്ട്, അതായത് ചില വേർഡ്സ്, അതുപോലെ ചില ഫ്രേസസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സം, എനി പോലുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത്, അങ്ങനെ നാം കാണാതെ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടുന്ന, പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം നന്നായിരിക്കുന്നു എന്ന് പറയാനായി വെരി വെൽ ഉപയോഗിക്കാം. വെരി വെൽ. ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ പതിയെ എനിത്തിങ് എൽസ്. ഇനി എന്തെങ്കിലും കൂടുതലുണ്ടോ? മറ്റെന്തെങ്കിലും. എനിത്തിങ് എൽസ്. നിൻ്റെ ഇഷ്ടം പോലെ എന്നാണെങ്കിലോ ആസ് യു ലൈക്ക്. നിൻ്റെ ഇഷ്ടം പോലെ ആസ് യു ലൈക്ക്. ഒട്ടുമില്ല അല്ലെങ്കിൽ അത് ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാൻ നോട്ട് എ ബിറ്റ്.
അപ്പോൾ നോക്കൂ, നന്നായിരിക്കുന്നു എന്ന് പറയാൻ വെരി വെൽ, മറ്റെന്തെങ്കിലും എന്ന് പറയാൻ എനിത്തിങ് എൽസ്, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയാൻ ആസ് യു ലൈക്ക്, ഒട്ടും തന്നെ ഇല്ല അല്ലെങ്കിൽ അശേഷമില്ല എന്ന് പറയാൻ നോട്ട് എ ബിറ്റ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത് ഇനി അടുത്ത, അതായത് ഈ ക്ലാസ്സിൽ നമ്മളൊരു 5-6 രീതിയിൽ സംസാരിക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് പറയുന്നത്. തൊട്ടടുത്തായിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. അതുപോലെ ഏറ്റവും അവസാനം ഇതിൻ്റെ സ്പീക്കിംഗ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇനി നോക്കൂ, തൊട്ടടുത്തായിട്ട് നമുക്ക് പറയാം നാളെ കാണാം. സീ യു ടുമാറോ. സീ യു ടുമോറോ. ഒത്തിരിയായി അല്ലെങ്കിൽ ധാരാളമായി എന്ന് പറയാൻ ടു മച്ച്, ഇല്ല, ഒരിക്കലുമില്ല, നത്തിങ് മോർ. ഞാൻ വിചാരിക്കുന്നു, ഐ സപ്പോസ്. ഈ വാക്കുകൾ പഠിച്ചു വെക്കണേ. നാളെ കാണാം, സീ യു ടുമോറോ. ധാരാളമായി, ടു മച്ച്, ഇല്ല, ഒരിക്കലുമില്ല, നോട്ട് അറ്റ് ഓൾ. അശേഷമില്ല, നത്തിങ് മോർ. ഞാൻ വിചാരിക്കുന്നു, ഐ സപ്പോസ്. ഇനി നോക്കൂ, നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് ദൈവ സാക്ഷിയായിട്ട്, ദൈവത്തിനാണില്ല എന്ന് പറയാൻ ബൈ ഗോഡ് ഓൾമൈറ്റി. എന്നാൽ ദൈവത്തെ ഓർത്ത് എന്ന് പറയാൻ ഫോർ ഗോഡ് സീക്ക്. ദൈവത്തെ ഓർത്ത് എന്ന് പറയാൻ ഫോർ ഗോഡ് സീക്ക്. തുറന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺലി എന്നൊക്കെ പറയില്ലേ, പക്ഷേ ടു ബി ഫ്രാങ്ക്, തുറന്ന് പറയുകയാണെങ്കിൽ ടു ബി ഫ്രാങ്ക്. അതുപോലെ തന്നെ അതോ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അതാ അവിടെ, ഓവർ ദെയർ. ഇപ്പം ദൈവം സാക്ഷിയായി ബൈ ഗോഡ്, ദൈവത്തെ ഓർത്ത് ഫോർ ഗോഡ് സേക്ക്, തുറന്നു പറയുകയാണെങ്കിൽ ടു ബി ഫ്രാങ്ക്, അതാ അവിടെ, ഓവർ ദെയർ. എല്ലാം ശരിയാണ്, അങ്ങനെയാവട്ടെ, ഓൾ റൈറ്റ്. നമ്മൾ പറയത്തില്ലേ, അങ്ങനെയാവട്ടെ, ഓൾ റൈറ്റ്. എന്തുകൊണ്ടില്ല, വൈ നോട്ട്. എന്നാൽ എന്തുകൊണ്ട് എന്നാണെങ്കിൽ വൈ ആണ്. ആ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി മറ്റെന്ത് അല്ലെങ്കിൽ ഇനി എന്ത് എന്ന് പറയാൻ വാട്ട് എൽസ്. എന്തുകൊണ്ട് ആകില്ല എന്ന് പറയാൻ വൈ നോട്ട്. മറ്റെന്ത് അല്ലെങ്കിൽ ഇനി എന്ത് എന്ന് പറയാൻ വാട്ട് എൽസ്. മറ്റെങ്ങനെ, ഹൗ എൽസ്. ഓക്കെ, മറ്റെവിടെ, വേർ എൽസ്. മറ്റാര്, ഹൂ എൽസ്. അത് മനസ്സിലാക്കൂ. മറ്റെന്ത് അല്ലെങ്കിൽ ഇനി എന്ത് എന്ന് പറയാൻ വാട്ട് എൽസ്. മറ്റെങ്ങനെ, ഹൗ എൽസ്. മറ്റെവിടെ, വേർ എൽസ്. മറ്റാര്, ഹൂ എൽസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് കിട്ടാറില്ല. ഇത് നമുക്കൊന്ന് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല അല്ലേ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങളിത് മനസ്സിലാക്കി കാണാതെ പഠിച്ചങ്ങനെ വെച്ചാൽ നിങ്ങൾക്കിത് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ കാണാം, സീ യു. പിന്നെ കാണാം, സീ യു. നാളെ വരെ, ടിൽ ടുമോറോ. നാളെ വരെ, ടിൽ ടുമോറോ. സാരില്ല, അത് പോട്ടെ, സാരില്ല, നെവർ മൈൻഡ്. സാരില്ല, നെവർ മൈൻഡ്. അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ഡസൻറ്റ് മാറ്റർ. അത് ഡസൻറ്റ് മാറ്റർ, അത് വലിയ കാര്യമില്ല എന്ന് പറയില്ലേ. ഇപ്പം സീ യു, പിന്നെ കാണാം, ടിൽ ടുമോറോ, നാളെ വരെ, സാരമില്ല, നെവർ മൈൻഡ്. ഇനി നീ ഒന്ന് പെട്ടെന്ന് പോയി തയ്യാറാകുമെന്ന് പറയത്തില്ലയോ. ഗെറ്റ് റെഡി. ഇത് പിടിക്കൂ, ഹോൾഡ് ദിസ്. ഇത് പിടിക്കൂ, ഹോൾഡ് ദിസ്. അപ്പോൾ മുകളിലേക്ക് പോകുന്നാണെങ്കിലോ ഗോ അപ്പ്. താഴേക്ക് പോകൂ, നേരെ പോകൂ, ഗോ എലോങ്. അപ്പൊ നോക്കൂ, തയ്യാറാകൂ, ഗെറ്റ് റെഡി. ഇത് പിടിക്കൂ, ഹോൾഡ് ദിസ്. മുകളിലേക്ക് പോകൂ, ഗോ അപ്പ്. താഴേക്ക് പോകൂ, ഗോ ഡൗൺ. നേരെ പോകൂ, ഗോ എലോങ്. ഈ ചെറിയ ചെറിയ വാക്കുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. പക്ഷേ ഈ പഠിക്കുന്നത് മനസ്സിലാക്കി വെക്കണമെങ്കിൽ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ അത് വളരെയധികം ശ്രദ്ധ വേണം. അപ്പം ഈ ഒരു ചെറിയ വേർഡ്സ്, ചെറിയ ഫ്രേസസ് ഒക്കെ, ഈ ഒരു പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി നോക്കൂ, താഴേക്ക് പോകൂ. ഇപ്പം നമ്മൾ ഗോ ഡൗൺ പറഞ്ഞ പോലെ മറ്റൊരു വാക്കാണ് ഗെറ്റ് ഡൗൺ. എന്നാൽ ഇറങ്ങിപ്പോകൂ എന്ന് പറയാൻ ഗെറ്റ് ഓഫ്. പുറത്തു പോകൂ, ഗെറ്റ് ഔട്ട്.
താഴേക്ക് പോകൂ, ഗെറ്റ് ഡൗൺ. ഇറങ്ങിപ്പോകൂ, ഗെറ്റ് ഓഫ്. പുറത്തു പോകൂ, ഗെറ്റ് ഔട്ട്. എന്നാൽ പുറകോട്ട് പോകുമെന്ന് പറയില്ലേ, അതായത് പുറകോട്ട് പിന്നോട്ട് പോകുമെന്ന് പറയില്ലേ, ഗെറ്റ് ബാക്ക്. അതെന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ പുറകോട്ട് പോകും, ഗെറ്റ് ബാക്ക്. എന്നാൽ എഴുന്നേൽക്കൂ, ഗെറ്റ് അപ്പ്. അപ്പം ഗെറ്റ് വെച്ചിട്ട് തന്നെ ഇപ്പം എത്ര എണ്ണം നമ്മൾ പഠിച്ചു? ഗെറ്റ് ഡൗൺ, താഴേക്ക് പോകൂ. ഗെറ്റ് ഓഫ്, ഇറങ്ങിപ്പോകൂ. പുറത്തു പോകൂ എന്ന് പറയാൻ ഗെറ്റ് ഔട്ട്. പിന്നോക്കം മാറൂ എന്ന് പറയാൻ ഗെറ്റ് ബാക്ക്. എഴുന്നേൽക്കൂ എന്ന് പറയാൻ ഗെറ്റ് അപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ് ഗെറ്റ് അപ്പ്. അപ്പോൾ ആ ഗെറ്റപ്പിലെ ഗെറ്റ് വെച്ചിട്ട് ഏതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ നമുക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാൻ നോക്കൂ. എന്നാൽ ദൂരെ പോകൂ, ദൂരെ, ഇവിടെ അങ്ങ് നിൽക്കണ്ട, ദൂരെ പോകൂ എന്ന് പറയാൻ ഗോ എവേ. ദൂരെ പോകൂ, ഗോ എവേ. മുന്നോട്ട് പോകൂ, ഗോ അഹെഡ്. ഗോ അഹെഡ്. ഓക്കെ, ദൂരെ പോകൂ, ഗോ എവേ. മുന്നോട്ട് പോകൂ, ഗോ അഹെഡ്. ഇരുന്നാലും ബി സീറ്റഡ്. അപ്പം ഇരിക്കുമ്പോൾ പറയാം നിശബ്ദമായിരിക്കൂ, ബി സൈലന്റ്. എന്നാൽ സൂക്ഷ്മതയോടെ ഇരിക്കൂ എന്നാണെങ്കിലോ ബി കെയർഫുൾ. ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ. ഇരുന്നാലും ബി സീറ്റഡ്, നിശബ്ദമായിരിക്കൂ ബി സൈലന്റ്, സൂക്ഷ്മതയോടെ ഇരിക്കൂ ബി കെയർഫുൾ. ഇനി ഈ സ്ഥലത്ത് ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇത് ഒഴിഞ്ഞു പോകണം എന്ന് പറയില്ലേ, അതിനാണ് ക്ലിയർ ഔട്ട്. സ്ഥലം ഒഴിഞ്ഞു പോകുന്നതിന് പറയുന്നതാണ് ക്ലിയർ ഔട്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് എങ്ങനെ പറയും? നമ്മളത് എല്ലായിടവും കാണാറുണ്ട് അല്ലേ, നോ പാർക്കിംഗ്. എന്നാൽ വശത്തേക്ക് മാറൂ എന്നാണെങ്കിലോ മൂവ് അസൈഡ്. വശത്തേക്ക് മാറൂ, മൂവ് അസൈഡ്. പ്രവേശനമില്ല എന്ന് പറയാൻ നോ എൻട്രൻസ്. വിഷമിക്കണ്ട, നീ ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട എന്ന് പറയാൻ ഡോണ്ട് ബോദർ. അപ്പോൾ സ്ഥലം ഒഴിഞ്ഞു പോകുന്നതിന് ക്ലിയർ ഔട്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് പറയാൻ നോ പാർക്കിംഗ്. വശത്തേക്ക് മാറൂ എന്ന് പറയാൻ മൂവ് അസൈഡ്. വിഷമിക്കണ്ട അല്ലെങ്കിൽ വലിയ കാര്യമാക്കണ്ട എന്ന് പറയാൻ ഡോണ്ട് ബോദർ. പ്രവേശനമില്ല എന്ന് പറയാൻ നോ എൻട്രൻസ്. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ വാക്കുകളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇത് കാണാതെ പഠിച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. നോ അഡ്മിഷൻ, പ്രവേശനമില്ല. പുകവലി പാടില്ല എന്നാണെങ്കിലോ നോ സ്മോക്കിംഗ്. നമുക്കറിയാലേ, പ്രവേശനമില്ല എന്നാണെങ്കിൽ നോ എൻട്രൻസ്. ദെൻ അത് തന്നെ നമുക്ക് മറ്റൊരു കാര്യം രീതി പറയാം, നോ അഡ്മിഷൻ. പുകവലി പാടില്ല എന്നാണെങ്കിൽ നോ സ്മോക്കിംഗ്. ഇനി ഇതിൽ കൂടെ ഇപ്പം റോഡ് മുറിച്ച് കിടക്കുന്ന ഇതിലെ മുറിച്ച് കിടക്കാൻ പറയുന്നത് എങ്ങനെയാ? ക്രോസ് ഹിയർ. എന്നാൽ ഇടതുവശം ചേർന്ന് പോകാൻ പറയുന്നതോ കീപ് ലെഫ്റ്റ്. ക്രോസ് ഹിയർ, കീപ് ലെഫ്റ്റ്. സന്തോഷമായിരിക്കണേ എന്ന് പറയില്ലേ, ബി ഹാപ്പി. എന്നാൽ ക്ഷമയോടുകൂടി ഇരിക്കണേ എന്ന് പറയാനോ ബി പേഷ്യൻറ്റ്. ബി ഹാപ്പി പറയുന്നത് പോലെ സന്തോഷമായിരിക്കാൻ പറയാനാണ് ബി ചിയർഫുൾ. ഓക്കെ, ധൈര്യവാനായിട്ടിരിക്കാൻ പറയുകയാണെങ്കിലോ ബി കറേജിയസ്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതല്ലേ. സന്തോഷമായിരിക്കും എന്ന് പറയാൻ ബി ഹാപ്പി ഉപയോഗിക്കാം, അതുപോലെ ബി ചിയർഫുൾ പറയാം. ക്ഷമയോടുകൂടിയിരിക്കാൻ പറയാൻ ബി പേഷ്യൻ്റ് യൂസ് ചെയ്യാം. ധൈര്യവാനായിരിക്കൂ എന്ന് പറയാൻ ബി കറേജിയസ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം നീ ചാടി പുറപ്പെടല്ലേ എന്ന് പറയും. ചാടി പുറപ്പെടുക എന്നുള്ളതിനാണ് ഡാഷ് ഓഫ്. ഓക്കെ, എന്നാൽ നശിച്ചു പോവുക എന്നുള്ളതിനാണ് ഡൈ ഓഫ്. ഡാഷ് ഓഫ്, ഡൈ ഓഫ്. അപ്പോൾ ഇവിടെ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കാരണം അത് വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്നോട് എപ്പോഴും വാട്സപ്പിലൂടെ സംസാരിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരുടെ അഭിപ്രായം പുറത്തു വന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഡ്രോ ഔട്ട് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഒരു ലക്ഷ്യം ഒരിടത്തേക്ക് ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നതിന് ഡ്രൈവറ്റ് എന്ന് പറയാം. ഡ്രൈവറ്റ്. ഓക്കെ, അഭിപ്രായം പുറത്തു കൊണ്ടുവരുന്നതിന് എന്താ പറയുന്നത്? ഡ്രോ ഔട്ട്. ഒരു കാര്യം ലക്ഷ്യമാക്കി പോകുന്നതിന് ഡ്രൈവറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോൺവെർസേഷനിൽ വളരെ ഈസി ആൻഡ് പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ എക്സർസൈസിൽ സ്പീക്കിംഗ് പ്രാക്ടീസിൽ ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മലയാളത്തിന് ആപ്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് അവിടെ എഴുതുക. അപ്പോൾ തീർച്ചയായിട്ടും ആ കമൻറ്റ് സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് വെട്ടിച്ചുരുക്കി എന്ന് പറയില്ലേ,
വെട്ടിച്ചുരുക്കി എന്ന് പറയുന്നതിന് എന്താ വാക്കെന്ന് പറയോ? അത് നിങ്ങൾ തന്നെ ഒന്ന് പറയണം കേട്ടോ. അത് നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് ഞാനതൊരു അവസരം തരികയാണ്. നമുക്ക് എപ്പോഴും അറിയാവുന്നതാണത്, വെട്ടിച്ചുരുക്കുക എന്നുള്ളതിന്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്ന് സൈഡിലേക്ക് മാറാൻ പറയുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? പിന്നെ സന്തോഷമായിരിക്കൂ, ഓക്കെ. അതുപോലെ തന്നെ സൂക്ഷ്മതയോടുകൂടിയിരിക്കൂ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, സാരമില്ല, നീ മൈൻഡ് ചെയ്യണ്ടെന്ന് പറയില്ലേ, സാരമില്ല എന്ന് പറയുന്നതിനുണ്ട്. അതുപോലെ അവിടെ നമ്മൾ മറ്റെങ്ങനെ, മറ്റെവിടെ, മറ്റാര്, മറ്റെന്ത്, ഇനി എന്ത്, ഇങ്ങനെ പറഞ്ഞ് 3-4 വാക്കുകൾ പഠിച്ചു. ആ വാക്കുകളുടെ ഇംഗ്ലീഷ് കൂടി എഴുതുക. അപ്പം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കും ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകൾ കമൻറ്റ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകളും ഇതുപോലെ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ്.